സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു സോഷ്യൽ ലോ അവയർനെസ് ഡേ ആയിട്ട് കാണുകയാണ്. ഇന്ത്യൻ മാരേജ് ആക്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ അപ്ഡേഷൻസ്. അപ്പോൾ തീർച്ചയായിട്ടും ആനുകാലികമായ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്ന മാരേജ് ആക്ടിന് ഉണ്ടാകുന്ന അപ്ഡേഷൻ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, പ്രത്യേകിച്ച് പുതിയ തലമുറകളിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെല്ലാം പലപ്പോഴും പല രീതിയിൽ ക്രോഡീകരിക്കപ്പെടുന്നുണ്ട്. അതിനെയൊക്കെ നിയമങ്ങളായിട്ടും നിയമത്തിൻ്റെ അടുത്ത തലങ്ങളായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് അഡ്വക്കേറ്റ് എലങ്കോ സാറിൽ നിന്ന് നമുക്ക് സ്വല്പം ഡീറ്റെയിൽസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാം. എന്താണ് ഇന്ത്യൻ മാരേജ് ആക്ട്, അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ എങ്ങനെയാണത് സാധാരണ മനുഷ്യർ മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിൽ സോഷ്യൽ ലോ അവയർനെസ് എന്ന തലത്തിൽ നമുക്കിത് കാണാം. നമ്മൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ അഡ്വക്കേറ്റുമായ എലങ്കോ സാറിനെയും സ്വാഗതം ചെയ്യുന്നു. എലങ്കോ സാർ, യു ആർ വെൽക്കം. Thank you, sir. Thank you for giving me an opportunity to talk about a particular topic. ഇന്ന് ഞാൻ മിനിയാന്നം വായിച്ച ഒരു മാറ്ററാണ്. അലഹബാദ് ഹൈക്കോർട്ടിലെ ഒരു ആണും പെണ്ണും, ഒരാണ് ആൾറെഡി കല്യാണം കഴിഞ്ഞ ഒരുത്തൻ ലിവിങ് ടുഗദറായിട്ട് താമസിക്കുന്നത് തെറ്റല്ലേ എന്ന് പറഞ്ഞ് ആ പെണ്ണിൻ്റെ അമ്മ കൊണ്ട് കേസ് കൊടുത്തു. ആ പെണ്ണിന് 18 വയസ്സേ ഉള്ളൂ. അപ്പം അനാമികയാണ് ആ കൊച്ചിൻ്റെ പേര്. അപ്പം അനാമികയുടെ അമ്മ ചെന്ന് കേസ് കൊടുത്തത് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ മോളെ സെഡ്യൂസ് ചെയ്ത് ല്യൂർ ചെയ്ത് കൊണ്ടുപോയി, അതിന് കുഴപ്പമില്ല. അവർ ഹീ ഈസ് ആൾറെഡി മാരീഡ് മാൻ. അപ്പം നമ്മുടെ ഈ ഹിന്ദു മാരേജ് ആക്ടിൽ പറയുന്നത് ആര് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എലിജിബിലിറ്റി പറയുന്നത് തന്നെ രണ്ടുപേരും അൺമാരീഡ് ആയിരിക്കണം. അല്ല, ആരെങ്കിലും മാരീഡ് ആയിരുന്നാൽ അവർ ലീഗലി ഡൈവേഴ്സ്ഡ് ആയിരിക്കണം. അപ്പോൾ ലീഗൽ ഡൈവേഴ്സ് ആയ ആൾ മാത്രമേ എൻകംബറൻസ് ഫ്രീ എന്ന ഒരു തിയറി കൂടെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് ജസ്റ്റ് വാട്ട് ഐ ലേൺഡ് എന്ന് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, യെസ്. ഞാൻ ഹിന്ദു മാരേജ് ആക്ടിനെ കുറിച്ച് ഒന്ന് വായിച്ചപ്പോൾ ഹിന്ദു മാരേജ് ആക്ട് പറയുന്ന ഒരു 3-4 പോയിന്റ് എനിക്ക് വളരെ വ്യത്യാസമായിട്ട് തോന്നി. കണ്ടീഷൻ ഫോർ മാരേജ് പറഞ്ഞാൽ എ മാരേജ് മേ ബി സോളംനൈസ്ഡ് ബിറ്റ്വീൻ 2 ഹിന്ദുസ്. ഇത് ഹിന്ദു മാരേജ് ആക്ടാണ് ഞാൻ വായിക്കുന്നത്. അപ്പം മാരേജ് ആക്ട് 3 തരത്തിലുണ്ട്: ഹിന്ദു മാരേജ് ആക്ട്, മുസ്ലിം മാരേജ് ആക്ട് ആൻഡ് ഹിന്ദു മാരേജ് ആക്ട്. അപ്പോൾ ക്രിസ്ത്യൻ മാരേജ് ആക്ട് ഇന്ന് 3ആയിട്ടുണ്ട്. ക്രിസ്ത്യൻ മാരേജ് ആക്ടിന് വലിയ പ്രാബല്യമില്ലാത്തത് കൊണ്ട് ഹിന്ദു മാരേജ് ആക്ടിന് കൂടെ ലിങ്ക് ചെയ്താണ് കൊണ്ടുപോകുന്നത്. എക്സെപ്റ്റ് ഓൺ അവർ പ്രോപ്പർട്ടി ഡിവിഷനിലാണ് വ്യത്യാസങ്ങൾ വരുന്നത്. അതർവൈസ് എവറിത്തിങ് ആൽമോസ്റ്റ് സിമിലർ ആണ്. മീൻസ് ഇവിടെ ഫാദറാണ് ഈ സോളംനൈസ് ചെയ്യുന്നത്, മറ്റു സ്ഥലത്ത് ഒരു നമ്പൂതിരിയാണ് സോളംനൈസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ എല്ലാം ആൽമോസ്റ്റ് സിമിലർ ആയതുകൊണ്ട് രണ്ടാണ് എക്സ്ട്രീംലി വരുന്നത്. അപ്പം മുസ്ലിം മാരേജ് ആക്ടിൽ ഹിന്ദു മാരേജ് ആക്ടിലുമുള്ള ഒരു മെയിൻ വ്യത്യാസം, അഫ്കോഴ്സ് പഴയ കഥ തന്നെയാണിത്, 1955 ഉള്ളതാണ് ഞാൻ പറയുന്നത്. ഹിന്ദു മാരേജ് ആക്ടിൽ പെണ്ണിൻ്റെ വീട്ടുകാർ പയ്യൻ്റെ ചെക്കന് പൈസ കൊടുക്കും. അത് ഡൗറി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇസ്ലാം ഷരിയത്ത് ആക്ടിൽ എന്ത് പറയുന്നെന്ന് പറഞ്ഞാൽ ചെക്കനാണ് പെണ്ണിന് പൈസ കൊടുക്കുന്നത്. ദാറ്റ് വിൽ ബി സോ കാൾഡ് മെഹർ. ഈ മെഹറിൻ്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ ദാറ്റ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ബൈ എ മാൻ. ഇപ്പം ഹിന്ദു മാരേജ് ആക്ടിൽ ഡൗറി കൊണ്ടുവന്നാൽ, എൻ്റെ മിസ്സസ് ഡൗറി കൊണ്ടുവന്നത്, ഐ മേ യൂട്ടിലൈസ് ഇറ്റ്, ഐ മേ എൻജോയ് ദ ബെനിഫിറ്റ്. ബട്ട് ഇസ്ലാമിൽ പറയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ അത് പെണ്ണിന് മാത്രമുള്ള പൈസയാണ്. വെൻ ഡൈവേഴ്സ് അക്കേഴ്സ് ഷീ ക്യാരീസ് ദ മണി അലോങ് വിത്ത് ഹർ. ഇങ്ങനത്തെ ഒരു ചെറിയ ഇതേ ഉള്ളൂ. ടുഡേ എൻ്റെ ടോപ്പിക് എന്താന്ന് പറഞ്ഞാൽ ഈ അലഹാബാദ് ഹൈക്കോർട്ടിൻ്റെ കാര്യങ്ങൾ വന്നപ്പോൾ ദാറ്റ് ഈസ് എ ഹിന്ദു മാരേജ് ആക്ടിൻ്റെ കാര്യമാണ്. സോ മാരേജ് ആക്ട് ആൻഡ് ഇറ്റ്സ് ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സിൻസ് എവറിബഡി ആർ സപ്പോസ് ടു നോ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ദ ലേറ്റസ്റ്റ് അപ്കമിങ്സ് ഓഫ് അവർ മാരേജ് ആക്ട്. അപ്പം പണ്ട് ഹിന്ദു മാരേജ് ആക്ടിൽ പറയുന്നത്
നെയ്തർ പാർട്ടി ഹാസ് എ സ്പൗസ് ലിവിങ് അറ്റ് ദ ടൈം ഓഫ് എ മാരേജ്. അതാണ് മെയിൻ പോയിന്റ്. ഒരാളുടെയും രണ്ടുപേരുടെയും സ്പൗസ് ഉണ്ടെങ്കിൽ ജീവിതനോടെ ഇരിക്കാൻ പാടില്ല. മീൻസ് ഇവരുടെ കൂടെ ലിവിങ് ചെയ്യാൻ പാടില്ല. ആൻഡ് അറ്റ് ദ ടൈം ഓഫ് മാരേജ് നെയ്തർ പാർട്ടി ഈസ് ഇൻകേപ്പബിൾ ഓഫ് ഗിവിങ് എ വാലിഡ് കൺസെന്റ് ടു ഇറ്റ്സ് കോൺസിക്വൻസ് ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്. ഇപ്പം ഇങ്ങനെ അവരുടെ മൈൻഡ് ക്ലാരിറ്റി ഉള്ളവരായിരിക്കണം. ദോ കേപ്പബിൾ ഓഫ് ഗിവിങ് എ വാലിഡ് കൺസേൺ, ഹാസ് ബീൻ സഫറിങ് ഫ്രം മെൻ്റൽ ഡിസോർഡർ. അതൊന്നും വലിയ കാര്യമല്ല, അതൊക്കെ ഇൻസേനിറ്റിയിലോട്ട് പോകുന്നതാണ്. ദ ബ്രൈഡ് ഗ്രൂം ഹാസ് കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 21 years ആൻഡ് ദ ബ്രൈഡ് അറ്റ് ദ ഏജ് ഓഫ് 18 അറ്റ് ദ ടൈം ഓഫ് മാരേജ്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ദ പാർട്ടീസ് ആർ നോട്ട് വിത്തിൻ ദ ഡിഗ്രി ഓഫ് പ്രോഹിബിറ്റഡ് റിലേഷൻഷിപ്പ്. സഹോദരൻ സഹോദരിയെ കല്യാണം കഴിക്കാൻ പാടില്ല, അങ്ങനത്തെ പ്രോഹിബിറ്റഡ് റിലേഷൻഷിപ്പ്. അൺലെസ് എ കസ്റ്റം ആർ യൂസേജ് ഗവർണിംഗ് ഈച്ച് ഓഫ് ദം പെർമിറ്റ്സ് ഓഫ് എ മാരേജ് ബിറ്റ്വീൻ ദ ടു. അവർ അങ്ങനെ ഒരു ഇപ്പം ലബ്ബ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഒരു വൈഫും ഹസ്ബൻഡിന് ജനിച്ച കൊച്ചിനെ ഈ വൈഫിന്റെ സഹോദരിയുടെ മോനെ കൊടുക്കാം. അപ്പം ദാറ്റ് ഈസ് ആൾറെഡി പെർമിറ്റഡ് ആണ്. മീൻസ് ഇഫ് ഇറ്റ് ഈസ് നോ പ്രോഹിബിറ്റിംഗ് ദെൻ യു ആർ നോട്ട് സപ്പോസ് ടു ഡു. അതെന്ന് പറഞ്ഞാൽ സഹോദരനാണ്, അച്ഛൻ വഴി സഹോദരനല്ല, അമ്മ വഴിയാണ്. അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ബ്ലഡ് എന്നാണ് അവർ അതിനെ ക്ലെയിം ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രോഹിബിഷൻ ഇല്ലെങ്കിൽ ചെയ്യാമെന്നാണ് ഇതിന് പറയുന്നത്. ദെൻ വി ഷാൽ കം ടു അവർ ടോപ്പിക്. ഇതല്ല Okay, now we are through. Right. അപ്പോൾ ഹിന്ദു മാരേജ് ആക്ട് 1955 കാര്യങ്ങൾ ഞാൻ ചെറിയതായിട്ട് പറഞ്ഞിരുന്നു. രണ്ടാമത് സെക്കൻഡ് പോയിന്റ് ഈസ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ സെപ്റ്റംബർ 27, 2018 ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരുന്നു. അന്ന് 2018 ഒരു വിപ്ലവമായ ഒരു കേസായിരുന്നു അത്. ആ കേസ് എന്താന്ന് പറഞ്ഞാൽ അഡൾട്ടറി. വാട്ട് ഈസ് അഡൾട്ടറി എന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ പണ്ട് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ജീവിക്കുമ്പോൾ ആ വൈഫ് ഭർത്താവിടെ പെർമിഷൻ ഇല്ലാതെ വേറൊരുത്തൻ്റെ കൂടെ പോയി താമസിച്ചാലോ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്താലോ ദാറ്റ് വാസ് ഡിക്ലെയർഡ് ടു ബി അഡൾട്ടറി. അപ്പോൾ ആ അഡൾട്ടറിയിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ കുറ്റപ്പെടുത്തില്ല, പക്ഷെ അതിന് കൂടെ ഇരുന്ന് ആണിന് മാത്രമേ കുറ്റപ്പെടുത്താവൂ എന്നാണ് പണ്ട് ഉണ്ടായിരുന്ന കേസ്. അപ്പം അതിനകത്ത് സെക്ഷൻ 497 IPCയിലാണ് അഡൾട്ടറിനെ കുറിച്ച് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അഡൾട്ടറിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞാൽ ഈ പെണ്ണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ലേഡി എന്ന് പറയുന്നത് ദേവർ ബീൻ ട്രീറ്റഡ് ആസ് ചാറ്റൽ, അങ്ങനെയാണ് അക്കൗണ്ടിൽ പറയുന്നത്. അപ്പൊ ചാറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ല, മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഒരു ഭാഗമായിട്ടാണ് എടുക്കുന്നത്. മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ബൈക്ക്, കാറ് അല്ലെങ്കിൽ ഫർണിച്ചർ എന്ന് പറയുന്നത് പോലെ വൈഫിനെയും അന്ന് ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ വൈഫ് എന്ന് പറയുന്ന ആള് ഭർത്താവിന് വേണ്ടി മാത്രം എപ്പോഴും ജോലിയെടുത്ത് കിച്ചണിൽ പണിയെടുത്ത് അവന് ആഹാരം കൊടുത്ത് അവനെ സൂചിപ്പിച്ച് അവനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ബോധവസ്തു എന്ന രീതിയിലാണ് 150 വർഷങ്ങളായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ട് പോകുമായിരുന്നു. മീൻസ് 1887 പണ്ട് നമ്മുടെ IPC ഒക്കെ എല്ലാം വന്നത്. അപ്പോൾ അതിലിരുന്ന് തിരിഞ്ഞു വന്ന ഒരു 2018 അത് പറയുന്നത് സ്ട്രൈക്കിംഗ് ഡൗൺ ദ 150 years old അഡൾട്ടറി ലോ. അത് അഡൾട്ടറി ലോന് അഡൾട്ടറിനെ കുറിച്ച് സംസാരിക്കുന്നത് 497 ആണ്. അപ്പോൾ 497 പറയുന്നത് എന്തായിരുന്നു പറഞ്ഞാൽ സെക്ഷൻ 497 ഓഫ് IPC ഫോർമലി ക്രിമിനലൈസ്ഡ് അഡൾട്ടറി, പണിഷിങ് എ മാൻ അലോൺ, വൈഫില്ല മീൻസ് ലേഡീനെ ഇല്ല, who has sexual intercourse with a married woman without her husband's consent. അപ്പോൾ അഡൾട്ടറി ഹസ്ബൻഡിന്റെ കൺസെന്റോടെ ഒരു ഭാര്യയും ഭർത്താവും ഇരിക്കുമ്പോൾ ഭർത്താവ് ഭാര്യനെ കൊടുത്താൽ അത് അഡൾട്ടറി അല്ല. അന്നും ഭർത്താവ് പണ്ടേ കൊടുക്കാം, അത് ഇപ്പോഴല്ല. മറ്റേ മഹാഭാരതത്തിൽ തന്നെ ഉണ്ട്, പഞ്ചപാണ്ഡവർ ഈ ചൂത് അല്ലെങ്കിൽ ഗാംബ്ലിങ്ങിൽ നഷ്ടപ്പെട്ടു വന്നപ്പം ദുര്യോധനൻ ഗൗരവർ ചോദിച്ചു എന്ന്, അപ്പോൾ പാഞ്ചാലിയെ വെച്ചിട്ട് ഇനി കളിക്കാമെന്ന്. അങ്ങനെയാണ്
അപ്പോൾ ലേഡി വാസ് സെഡ് ടു ബി ഓൺലി മാൻസ് പ്രോപ്പർട്ടി ഇൻ ദ ഫോം ഓഫ് ചാറ്റൽ. ഇതാണ് പറയുന്നത്. അപ്പോൾ അതിൽ 2018 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ കേസ് എന്താന്ന് പറഞ്ഞാൽ ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അതിലാണ് പറഞ്ഞത് 497 എന്ന് പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. ഇത് ലേഡിയിനും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, ആണിന് മാത്രമല്ല. അങ്ങനെ ആകുമ്പോൾ അതിനെന്താ കീ ആസ്പെക്ട്സ് പറഞ്ഞെന്ന് പറഞ്ഞാൽ സെക്ഷൽ ഇന്റർകോഴ്സ് വിത്ത് എ വുമൺ നോൺ ടു ബി അനദർ മാൻസ് വൈഫ് വിത്തൗട്ട് ഹിസ് കൺസെന്റ് ഓർ കൺനിവൻസ്. അതിന് പെനാൽറ്റി 10 വർഷം അല്ല 5 years ആർ ഫൈൻ ആർ ബോത്ത് ആയിരുന്നു പണ്ടത്തെ ഇത് പ്രീ 2018. ദെൻ ജെൻഡർ ബയാസ്, ഓൺലി മെൻ വെർ പ്രോസിക്യൂട്ടഡ്, വിമൻ വെർ നോട്ട് കൺസിഡർഡ് അബട്ടേഴ്സ്. ഒരു ലേഡി ഒരു ആണിനെ വീട്ടിനകത്ത് വലിച്ച് അല്ലെങ്കിൽ സെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോയാൽ പോലും നാട്ടുകാർ കണ്ടെത്തിയാൽ ആണിന് മാത്രമേ ഉള്ളായിരുന്നു പനിഷ്മെന്റ്, പെണ്ണിനെ ഇല്ലായിരുന്നു. അപ്പം അത് എന്താ റീസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ട്രീറ്റഡ് ആസ് വിമൻ ആസ് എ പ്രോപ്പർട്ടി ഓഫ് ദ ഹസ്ബൻഡ്, ആസ് കൺസെന്റ് ഫ്രം ദ ഹസ്ബൻഡ് വാസ് എക്സ്ക്യൂസ്ഡ് ഇൻ ദ ആക്ട്. അപ്പം കൺസെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു എക്സംഷൻ ആയിട്ട് മാറുമെന്ന്. അപ്പം എന്തുകൊണ്ട് 497 ആ അഡൾട്ടറി സ്ട്രൈക്ക് ഡൗൺ ചെയ്ത് അൺകോൺസ്റ്റിറ്റ്യൂഷണലിറ്റി എന്നാണ് അവർ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അത് തെറ്റാണ്. എന്താ പറയുക, ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 15 നോൺ ഡിസ്ക്രിമിനേഷൻ, ആർട്ടിക്കിൾ 21 പേഴ്സണൽ ലിബർട്ടി ആൻഡ് ഡിഗ്നിറ്റി, ഇതൊക്കെ ആക്ച്വലി കിട്ടുന്നില്ല. അപ്പോൾ ആർബിട്രറി നേച്ചർ ആയിരുന്നു. എന്താണ് ആർബിട്രറി നേച്ചർ? ഇറ്റ് വാസ് കൺസിഡർഡ് ആൻ ആൻറ്റിക്വേറ്റഡ് ലോ. ആൻറ്റിക്വേറ്റഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ലോ ആണ്, അല്ലെങ്കിൽ വെരി പഴങ്കാലത്ത് ഉള്ള ഒരു പഴയ സാധനമാണ്. ആൻഡ് ദാറ്റ് റെഡ്യൂസ്ഡ് എ വുമൻസ് ഓട്ടോണമി. അവർക്ക് ഒരു കൺസിഡറേഷൻ ഇല്ലാതിരുന്നു. ഇമ്പാക്ട് എന്ത് ചെയ്തു? അഡൾട്ടറി ഈസ് നോ ലോങ്കർ എ ക്രിമിനൽ ഒഫൻസ് ഇൻ ഇന്ത്യ, ബട്ട് ഇറ്റ് റിമെയിൻസ് എ വാലിഡ് ഗ്രൗണ്ട് ഫോർ സിവിൽ ഇഷ്യൂസ് ലൈക്ക് ഡൈവേഴ്സ്. ഇപ്പോൾ ഒരു അഡൾട്ടറി കണ്ടെത്തിയാൽ അത് ക്രിമിനൽ കേസ് ആകത്തില്ല, പക്ഷേ ആ ഹസ്ബൻഡിന് ഡൈവേഴ്സ് വാങ്ങിക്കാൻ ഒരു ഗ്രൗണ്ടായിട്ട് അപ്പോഴും ചെല്ലും. പണ്ട് ഇരിക്കുന്നത് പോലെ അതിന് അവർ സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അവർക്ക് സിവിൽ ഇഷ്യൂസിൽ ഡൈവേഴ്സ് പോലത്തെ കാര്യങ്ങളോ അല്ല പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളോ വരുമ്പോൾ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു. അതുപോട്ട് അപ്പോൾ 2018 വന്ന കേസാണ് ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2018. അതിൽ പറഞ്ഞത് ഹസ്ബൻഡ് ഈസ് നോട്ട് എ മാസ്റ്റർ ഓഫ് ഹിസ് വൈഫ്, സിമ്പിൾ വേർഡ്, ആൻഡ് എനി ലോ ട്രീറ്റിംഗ് വിമൻ അൺഈക്വലി ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. സിമ്പിൾ വേർഡാണ് ഈ കേസിൽ 2018 ചെയ്തത്. 2018 എന്തായിരുന്നു? 5 ജഡ്ജ് ബെഞ്ചാണ് കയറിയത്. 5 ജഡ്ജ് ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് അന്നത്തെ ദീപക് മിശ്ര ആയിരുന്നു ജെ. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് അടുത്ത 4 ജഡ്ജസും യുനാനിമസ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത്, മീൻസ് ഒരാൾ പോലും അതിനെ ഓപ്പോസ് ചെയ്തില്ല. ഓൾ ദ 5 were standing in the same synchronized form towards the unconstitutionality. സിംപിളറായിട്ട് പറഞ്ഞു, വിമൻ ഹാവ് ഈക്വൽ റൈറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് ലൈക്ക് മാൻ എന്ന് പറഞ്ഞു. അപ്പം സെക്ഷൻ 497 വാസ് ഫൗണ്ട് ടു ബി ആർബിട്രറി ആൻഡ് വയലേറ്റീവ് ഓഫ് ഈക്വാലിറ്റി ആർട്ടിക്കിൾ 14, റൈറ്റ് ടു ഡിഗ്നിറ്റി ആർട്ടിക്കിൾ 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പം അടുത്ത് അത് മാത്രമല്ല, ഈ ഡൗറി അല്ലെങ്കിൽ ശ്രീധൻ, സുപ്രീം കോർട്ട് റീറ്ററേറ്റഡ് ദാറ്റ് ശ്രീധൻ, ഗിഫ്റ്റ് ഗിവൻ ടു ദ വൈഫ്, ഈസ് ഹെർ അബ്സല്യൂട്ട് പ്രോപ്പർട്ടി. അവരുടെ മാത്രമാണ്, ലൈക്ക് ഞാൻ ഇസ്ലാമിൽ പറഞ്ഞതുപോലെ, ആൻഡ് ദ ഹസ്ബൻഡ് ഹാസ് നോ ഓണർഷിപ്പ് അറ്റ് ഓൾ. പക്ഷേ കുറച്ച് ആവശ്യത്തിന് കഷ്ടപ്പാടിൻ്റെ സമയത്ത് ഹി മേ യൂസ് ഇറ്റ്. ഹി മേയെ പറയുന്നുള്ളൂ, ഹി ഷാലുമില്ല, ഹി വില്ലുമില്ല. ദർ ഈസ് എ ഹെൽ ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹി മേ, ഹി വിൽ ആൻഡ് ഹി ഷാൽ. വില്ലും ഷാലും തമ്മിൽ തന്നെ ആനയും അന്തരവും പോലെയുള്ള വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ ഫുള്ള് വായിച്ചിട്ടുള്ളത്. ഞാൻ 2 ജസ്റ്റിസുമാർ പ്രോബ്ലി 1.5 hours ആണ് ഡിസ്കസ് ചെയ്ത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷാൽ ആൻഡ് വില്ലിന്. അപ്പം അത്രയും ഒരു വാസ്റ്റ് ഏരിയ ആണ്. ബട്ട് ഹിയർ ഇറ്റ് ഈസ് സെറ്റ് ഓൺലി മേ, അവനെ ചെയ്യാം എന്നേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. ഓക്കെ. ദെൻ പാർട്ട്ണർഷിപ്പ് പ്രിൻസിപ്പിളാണ്. പാർട്ട്ണർഷിപ്പ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ
വൈഫും ഹസ്ബൻഡും ഈക്വാലിറ്റി ആയിട്ടാണ്, രണ്ടുപേർക്കും തുല്യത ഉണ്ട്, ഒരാൾ താന്നും ഒരാൾ മുകളിലും അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. കോർട്ട് എംഫസൈസ് ദാറ്റ് മാരേജ് ഇസ് എ പാർട്ട്ണർഷിപ്പ്, നോട്ട് എ അറേഞ്ച്മെന്റ് where one person dominates another, reinforcing that wife is also having exact distinct legal individuality. അപ്പം അവർക്കും ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അത് ലീഗാലിറ്റിയും ഉണ്ട് എന്ന്. അപ്പോൾ അതിൽ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ മാട്രിമോണിയൽ ലോയിൽ ensuring the dignity, autonomy and individuality for a wife is maintained within marriage. ഇതായിരുന്നു 2018. പിന്നെ 2025 എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, 2025 proposed to increase minimum marriage age for women to 21 years from 18. ഈ 18 വയസ്സിലിരുന്ന് 21 ആക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, അൺവാണ്ടഡ്ലി ഒരു ആണും അനാവശ്യമായിട്ട് ഈ പെങ്കൊച്ചുകളെ, ഇന്നത്തെ കേസ് മീൻസ് മിനിയാന്ന് 27 മാർച്ച് 2026 അലഹാബാദ് ഹൈക്കോർട്ട് കൊടുത്തതിൻ്റെ അനാമികയുടെ ഏജ് ഈസ് സ്റ്റേറ്റഡ് ടു ബി 18, 18 വയസ്സാണ്. അപ്പോൾ 21 ഇയേഴ്സ് ആണ് മാരേജബിൾ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം പോക്സോ കേസിനകത്ത് അകത്ത് തള്ളാം. അപ്പം ദേ വിൽ നോട്ട് ബി ഡൂയിങ് അൺവാണ്ടഡ് തിങ്. അതാണ് ഈ കോർട്ടിൻ്റെ ഉദ്ദേശമായിരുന്നു. ബട്ട് ഇന്നിവരെ നടന്നില്ല. The Hindu marriages require proper rituals to be valid, not just registration. അതും കൂടെ ഒരു മെയിൻ ആയിട്ട് 2025 കൊണ്ടുവന്നതാണ്. അത് എനിക്ക് തോന്നുന്നു ഒക്ടോബർ സെപ്റ്റംബറിൽ ഒരു കേസ് വന്നിരുന്നു. ആ കേസിന് ഞാൻ സൈറ്റേഷൻ എടുക്കാൻ വിട്ടുപോയി. അതിൽ ഇതാണ് പറഞ്ഞിരുന്നത്, ദ കപ്പിൾ വെർ മാരീഡ്, ബട്ട് ഒരു സ്ഥലത്ത് പോയി അപ്ലിക്കേഷൻ എന്തോ കൊടുത്തപ്പോൾ അതർ പാർട്ടി ഹാവ് സെഡ് ദാറ്റ് അവർ ഈ മീൻസ് ഹിന്ദു ശാസ്ത്രപ്രകാരം ഈ ഫയറിനെ 3 പ്രാവശ്യം കറങ്ങും. 3 പ്രാവശ്യം കറങ്ങിയില്ല. അതെ, അത്രമാത്രം വളരെ മീൻസ് ദേ എൻസർക്കിൾഡ് ഓൺലി വൺസ്. അപ്പം അത് ഇൻവാലിഡ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് 3 പ്രാവശ്യം കറങ്ങിയാൽ മാത്രമേ ഹിന്ദു റൈറ്റ്സ് പ്രകാരം അത് ഒരു ലീഗൽ അല്ലെങ്കിൽ ഫുൾ പ്ലജ്ഡ് മാരേജ് ആയിട്ട് മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഹിന്ദു മാരേജ് പ്രകാരം വിത്ത് ആ പർട്ടിക്കുലർ വാട്ട് യു കോൾ ദാറ്റ് പണ്ഡിറ്റ് അല്ലെങ്കിൽ നമ്പൂതിരി, ഹൂവർ ദ റിലീജിയസ് ലീഡർ, അദ്ദേഹത്തിൻ്റെ താഴെ എല്ലാ ഫങ്ഷൻസും നടന്നെടുക്കണം. ഓൾ ദ ഫങ്ഷൻസ് ഷുഡ് ഹവ് ബീൻ ക്യാരിഡ് ഔട്ട് എന്നാണ് ഈ ഒക്ടോബറിൽ വന്ന കേസിൽ പറഞ്ഞിരുന്നത്. അപ്പം അതിനകത്ത് ഇതാണ് പറയുന്നത്, മീൻസ് രജിസ്ട്രേഷൻ മാത്രം പോരാന്ന്. ദെൻ ഫെർദർ 2025-26 മാരേജിലാണ് അപ്ഡേഷൻ ഞാൻ പറഞ്ഞുതരാം. മാരേജ് ഏജിനെ മാറ്റാൻ പറഞ്ഞിരുന്നു 21-ന്. ദെൻ മാൻഡറ്ററി റിച്വൽസ് ഞാനിപ്പം പറഞ്ഞതാണ്, മാൻഡറ്ററി റിച്വൽസ് ആണ്. റിയൽ that a marriage certificate alone does not constitute a valid marriage. Marriage must be solemnized with proper rituals, rites and ceremonies. Then consent registration issues. While some state level discussions have suggested making parental consent mandatory. അപ്പം അമ്മയച്ഛൻ പെർമിഷൻ കൊടുത്താൽ മാത്രമേ കല്യാണം കഴിക്കാവൂ എന്ന് ചില സ്റ്റേറ്റുകൾ ക്ലെയിം ചെയ്യുവാണെങ്കിലും സുപ്രീം കോർട്ട് പറഞ്ഞത് അങ്ങനല്ല. 18 വയസ്സ് കഴിഞ്ഞ് അവർ ഫുൾ പ്ലജ്ഡ് ലേഡിയും 21 ഇയേഴ്സ് കഴിഞ്ഞ് ഫുൾ പ്ലജ്ഡ് മാനും ആണെങ്കിൽ അവർ രണ്ടുപേരും കൺസെൻഷ്വലി ഒരു സ്ഥലത്ത് താമസിക്കാൻ ഉദ്ദേശിച്ചാൽ നോബഡി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. ആ കേസ് ഇതായിരുന്നു, ലക്ഷ്മിബായ് ചന്ദ്രാഗി ബി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക 2021 ആൻഡ് ശക്തി വാഹിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2018. ഈ 2 കേസിലുമാണ് ഇത് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. 18 വയസ്സ് മീൻസ് അവർ ഒരു മെച്യൂർഡ് ആള് അല്ലെങ്കിൽ ഒരു ഫുൾ അഡൾട്ട് എന്ന് ഡിക്ലെയർ ചെയ്യുന്ന ലീഗൽ അഡൾട്ട് ആയി കഴിഞ്ഞാൽ അവർക്ക് പാരൻ്റൽ കൺസെൻറ്റ് ആവശ്യം ഇല്ല എന്ന് പറഞ്ഞതാണ് 2025 കൊണ്ടുവന്നത്. പിന്നെ അടുത്ത് വന്നത് അണ്ടർ BNS ഭാരതീയ ന്യായ സംഹിതയില് false promises of marriage are explicitly punishable under section 69. BNS 69 പറയുന്നത് there are new protocols regarding dowry related arrest. അപ്പം ഈ പുതിയ ഇതിൽ ഡൗറിയുടെ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, അതിന് എന്തൊക്കെ പ്രൊസീജിയർ, പഴയ പ്രൊസീജിയറിൽ കുറേയൊക്കെ മാറ്റം വരുത്തി. അല്ലാതെ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ
ഫാൾസ് പ്രോമിസ് ഓഫ് മാരേജിന് കുറച്ചുകൂടെ സ്ട്രിക്റ്റർ ആക്കിയത്. പണ്ട് അങ്ങനെയല്ല, പ്രോമിസ് ഓഫ് മാരേജിന് സാരമില്ല, രണ്ടുപേരും കൺസെൻഷ്വൽ സെക്സ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് പതുക്കെ ഓടാമായിരുന്നു. ഇപ്പോൾ പുതിയ BNSൽ അതിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇവർ കുറേയൊക്കെ ഈ FIR ഒക്കെ ഫയൽ ചെയ്തിരുന്നത്. ഹി ഹാസ് ഗോൺ ബിഹൈൻഡ് ദ ബാർ എന്ന് പറയുന്നതിനൊക്കെ ഈ ഏരിയ ആയിരുന്നു. പിന്നെ സെക്കൻഡ് മാരേജ് അണ്ടർ സെക്ഷൻ 494 ഓഫ് IPC അല്ലെങ്കിൽ 82 സബ്സെക്ഷൻ 2 ഓഫ് BNS, മാരിങ് സെക്കൻഡ് ടൈം വൈൽ ദ ഫസ്റ്റ് സ്പൗസ് ഈസ് അലൈവ്, അതാണ് 1955 ഞാൻ കാണിച്ചത്. അപ്പം അതിൽ വിത്തൗട്ട് ഫോർമൽ ഡൈവേഴ്സ് ഓഫ് ഫസ്റ്റ് വൈഫ് ആൻഡ് ഷീ ഈസ് അലൈവ് ഈസ് പ്യൂർലി ഇല്ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ബൈഗാമി. ബൈഗാമി എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് രണ്ട് ഭാര്യയെ വെച്ചിരിക്കുന്നത്. അത് ഹിന്ദു റൈറ്റ്സ് പ്രകാരം പെർമിസബിൾ അല്ല. ഓൺലി ഇന്ത്യയിൽ ഇസ്ലാം ലോയിൽ മാത്രമേ 2 വൈഫിന് അല്ലെങ്കിൽ 4 വൈഫ് വരെ ഇസ്ലാം ലോയിൽ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ 4 അല്ല, 5-മത്തത് കല്യാണം കഴിക്കാം. 5-മത്തത് കഴിക്കണമെങ്കിൽ ഫസ്റ്റിന് തലാക്ക് കൊടുത്താൽ 5-മത്തെ കല്യാണം കഴിക്കാം. പക്ഷെ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം 4 ladies can be only wives of a particular person in Islam. But Hindu Actലോ Christian Actലോ only one lady is can be a wife of any human, അല്ലെ ഒരു മാൻ. ഇതാണ്. അപ്പോൾ സെക്കൻഡ് മാരേജ് റൂൾസ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ദി സെക്ഷൻ 82 സബ്സെക്ഷൻ 2 ഓഫ് BNS. ഇതിനാണ് ഇപ്പോൾ കോൺട്രഡിക്ട് ചെയ്തിരിക്കുന്നത് മിനിയാന്ത കേസ്. അപ്പോൾ ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് സുപ്രീം കോർട്ട് പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ 2025 ലാസ്റ്റിലാണോ അല്ല 6 മാർച്ചിലാണ് തന്നത്. യെസ്, കഴിഞ്ഞ മാസമാണ് വന്നത് വേറൊരു കേസ്. കഴിഞ്ഞ മാസമാണോ ഈ മാസത്തിൻ്റെ ഫസ്റ്റ് ആണോ എന്ന് എനിക്ക് വിട്ടുപോയി. അത് ലെറ്റ് മീ റിവൈവ് ആൻഡ് ലെറ്റ് യു നോ. അതിനകത്ത് പറഞ്ഞു, ഒരു ഹസ്ബൻഡ് സുപ്രീം കോർട്ടിൽ പോയി എനിക്ക് ക്രൂവാലിറ്റിയാണ് സംഭവിച്ചത്, എൻ്റെ ഭാര്യ എനിക്ക് സമയത്ത് ആഹാരം വെച്ച് തന്നില്ല എന്ന്. അപ്പം അവൻ്റെ മീൻസ് ആ ആണിൻ്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ ഡ്യൂട്ടിയാണ് ടോട്ടൽ എപ്പോഴും ഞാൻ ആഹാരം ചോദിച്ചാൽ ചായ ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും ചെയ്ത് തരേണ്ടത്. അത് ചെയ്തു തന്നില്ല, അതുകൊണ്ട് ഐ ഹാഡ് എ ക്രൂവാലിറ്റി, therefore she should be punished. അപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞത് ബോത്ത് ആർ ഈക്വൽ ആൻഡ് ഇൻ ദ ഡൊമസ്റ്റിക് വർക്ക് ആർ ഇൻ ദ ഹൗസ് ഹോൾഡ് വർക്ക്. ഒരാൾ തൂത്ത് വെള്ളമടിക്കുവാണെങ്കിൽ വേറൊരാൾ കിച്ചൻ്റെ പണി ചെയ്യണം. ഒരാൾ കിച്ചണിൽ ഈ വെണ്ടയ്ക്ക കട്ട് ചെയ്യുവാണെങ്കിൽ വേറൊരാൾ മസാല ഇടണം എന്ന രീതിയിലുള്ള ഇതാണ് പറഞ്ഞത്. അതാണ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നത്. സുപ്രീം കോർട്ട് സ്റ്റാറ്റഡ് ദാറ്റ് ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ എ ഷെയർഡ് ഡ്യൂട്ടി നോട്ട് ഫോളിങ് ഓൺ വൺ പേഴ്സൺ അലോൺ. വൺ പേഴ്സൺ എന്ന് മാത്രം നിർത്തിയത്, അവർ കൂടുതലും ലേഡി സൈഡെയാണ് ചോദിച്ചത്. ബോംബെ ഹൈക്കോർട്ട് 2023 പറഞ്ഞത്, the court observed that in modern society, the burden of household responsibilities have to be borne by both husband and wife equally. 2023 Again, Madras High Court, June 2023 പറഞ്ഞത്, the court allowed a housewife an equal share of her husband's property, formally recognizing the value of a homemaker's domestic work, equating it to be the earning partner's contribution. ഈ 2023 സംഭവിച്ചത്, ആ ലേഡി ഒരു ഹോം മേക്കർ ആയിരുന്നു. ഹോം മേക്കർ എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള പണികൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഭാര്യയും മക്കളും ജോലിക്ക് പോവും, സ്കൂളിൽ പോവും, വരും. ഇവർ എല്ലാം എന്താ തറയടിച്ച് ക്ലീൻ ചെയ്ത് കിച്ചൺ ചെയ്ത് പാത്രങ്ങൾ അലക്കി അല്ല തുണി അലക്കി പാത്രങ്ങളെല്ലാം കഴുകി എല്ലാം ചെയ്ത് അവരിരിക്കും. പക്ഷേ ഹസ്ബൻഡിൻ്റെ ഷെയർ വന്നപ്പം പറഞ്ഞ് അല്ല, ഇവർ ഒരു ഏണിംഗ് മെമ്പർ അല്ല, അതുകൊണ്ട് പ്രോപ്പർട്ടിയിൽ വലിയ ഇതല്ലെന്ന്. അപ്പം മദ്രാസ് ഹൈക്കോർട്ട് പറഞ്ഞത് അങ്ങനല്ല. ഷീ വാസ് ആൾസോ ആക്ച്വലി doing a work and earning something. If she would have not been there, you would have kept another person. വേറൊരു ജോലിക്കാരെ വെക്കണമായിരുന്നു. ജോലിക്കാരി ഇത്ര രൂപയ്ക്ക് വെക്കുന്നതിൻ്റെ പകരമാണ് ഈ ലേഡി വർക്ക് ചെയ്ത്, അതുകൊണ്ട് ഷീ ഹാസ് എ റൈറ്റ് എന്ന് പറഞ്ഞു പോയത്. ദെൻ നമ്മുടെ ഇപ്പോഴത്തെ കേസിലോട്ട് വരാം. ഓക്കെ, ഇൻ March 2026, Supreme Court of India established that marriage is a partnership of equals and household costs must be shared equally by husband and wife. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, വൈഫും ഹസ്ബൻഡും എല്ലാം കൂടെ ചേർന്ന് കൂട്ടായ്മയായിട്ട് ചെയ്താൽ മാത്രമേ വീട്ടു ജോലി ആകത്തുള്ളൂ. സ്റ്റേറ്റിംഗ് ദാറ്റ് ഫർദർ പറഞ്ഞ്, വൈഫ് ഇസ് നോട്ട് എ മെയ്ഡ്. അറിയാൽ ഒരു വൈഫ് ജോലിക്കാരി മാത്രം അല്ല, അപ്പോൾ അവളെ ജോലിക്കാരിയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. The court held that the wife's refusal to perform household chores
does not constitute cruelty, highlighting the need for shared responsibility. ഇതാണ് ഞാൻ പറഞ്ഞത്. ഹസ്ബൻഡ് സുപ്രീം കോർട്ടിൽ പോയവൻ പറഞ്ഞു എനിക്ക് ക്രൂവലിറ്റി ആണ് സംഭവിച്ചത്, അതുകൊണ്ട് എനിക്ക് ജസ്റ്റിസ് വേണമെന്ന് പറഞ്ഞു. ആ കേസ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ദ ബെഞ്ച് അതിൽ ജസ്റ്റിസ് വിക്രം നാഥും സന്ദീപ് മേത്തായുമാണ് ഈ ഒബ്സർവേഷൻ ചെയ്തത്. ഡൈവേഴ്സ് അപ്പീൽ ഡൈവേഴ്സ് ആണ് ചോദിച്ചത്. ഡൈവേഴ്സ് ക്രൂവാലിറ്റി കൊണ്ട് ക്രൂവാലിറ്റി അല്ലെങ്കിൽ ഇതേപോലെ ഇൻഫിഡിലിറ്റി ഇതെല്ലാം ഡൈവേഴ്സിന് ഒരു ഗ്രൗണ്ടായിട്ടാണ് ഇപ്പോഴും ഉള്ളത്. അതിനകത്ത് ഡൈവേഴ്സ് ചോദിച്ചത്. ഡൈവേഴ്സ് അപ്പീൽ മാർച്ച് 2025 പറഞ്ഞ് വയർ ദ ഹസ്ബൻഡ് ക്ലൈംഡ് ഹിസ് വൈഫ് റെഫ്യൂസ് ടു ഡു ഹൗസ് ഹോൾഡ് കോഴ്സ്. അപ്പോൾ അങ്ങനത്തെ പണി ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് എനിക്ക് ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞതാണ് മെയിൻ തിങ്. അടുത്ത് ആ ജഡ്ജ്മെൻറ്റിൽ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 4 പോയിന്റ്. വൈഫ് ഇസ് നോട്ട് എ മെയ്ഡ്. അതിനകത്ത് കൂടെ ഹസ്ബൻഡ് മസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അതർ ഡൊമസ്റ്റിക് കോഴ്സ്, നോട്ടിങ് ദാറ്റ് ടൈംസ് ഹാവ് ചേഞ്ച്. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് ടൈം ചേഞ്ചായി, അതുകൊണ്ട് ഇപ്പോൾ നീയും പണിയെടുക്കണം. പണ്ട് സ്ത്രീകളെല്ലാം വീട്ടിനകത്ത് മാത്രമായിരിക്കും. ഇപ്പോൾ സ്ത്രീകൾ ഈ ചന്ദ കോച്ചറെ പോലെ അവരൊക്കെ ICICയുടെ ഒക്കെ ഏറ്റവും തലപ്പത്ത് കയറി, പല ആണുങ്ങൾക്ക് പറ്റില്ലാത്ത ഏരിയയിൽ. അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്യുമ്പോൾ ആണുങ്ങൾ കുറച്ചൊക്കെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നീ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പണ്ടത്തെ പോലെ അല്ല. മേൽ ചൗവനിസം ഒരിക്കലും പാടില്ല. ഒരു ഒരു മാൻ റൂൾഡ് സ്റ്റേറ്റായിട്ട് നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കരുതെന്ന് പറയും. പിന്നെ അവർ ക്രൂവലിൽ നിന്ന് പറഞ്ഞ് നോ ക്രൂവാലിറ്റി. ദ റൂളിംഗ് കെയിം ഡ്യൂറിങ് എ ഡൈവേഴ്സ് കേസ് where the husband argued that the wife's refusal to cook constituted cruelty. ഇതാണ് ഞാൻ കോട്ട് ചെയ്തിരുന്നത്. The court dismissed this, stating that such claims do not amount to cruelty in modern marriage. പണ്ടത്തെ ഇരുന്ന് കാണാം, പക്ഷെ അതുകൊണ്ട് അവർ അണ്ടർലൈൻ ചെയ്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു ഈ 1855 കാര്യങ്ങളൊക്കെ നീ വിട്ടേക്ക്. അതിന് 1855 കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ വലിച്ചുകൊണ്ട് പോകുന്നതിന് ഒരു ആവശ്യമില്ല. ദിസ് ഇസ് മോഡേൺ സൊസൈറ്റി, മോഡേൺ മാരേജ്. അപ്പോൾ ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ദെൻ ഇപ്പോഴത്തെ പുതിയതാണ്, ദ അലഹബാദ് ഹൈക്കോർട്ട് റീസെൻ്റ്ലി റൂൾഡ് എ കൺസെൻഷ്വൽ ലിവിങ് ഇൻ റിലേഷൻഷിപ്പ് ഇൻവോൾവിങ് എ മാരീഡ് പേഴ്സൺ ഇസ് നോട്ട് എ ക്രൈം, എംഫസൈസിങ് ദാറ്റ് ലീഗൽ റൈറ്റ്സ് കനോട്ട് ബി ഡിക്റ്റേറ്റഡ് ബൈ സോഷ്യൽ മൊറാലിറ്റി. ഇതാണ് മെയിനായിട്ട് പറഞ്ഞത്. പണ്ട് നമ്മുടെ പല സമയങ്ങളിലും ടെലിവിഷൻ കേസസ് ആണ്, മീൻസ് ടെലിവിഷനിൽ ഇവർ എന്ത് പറയും, ടെലിവിഷനാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതിനകത്ത് ഈ അന്തിച്ചർച്ചയിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കോടതിയുടെ ഡിസിഷനെ പോലും മാറ്റാൻ അവർ പഴയ സമയങ്ങളിൽ ശ്രമിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ദിലീപ് കേസിലും വേറെ 1-2 കേസുകളിലും ഒക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് ഡിസിഷൻ വരുന്നത് നമ്മൾ സബ് ജുഡീസ് എന്നാണ് പറയുന്നത്. സബ് ജുഡീസ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇവർ വലിയ വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കാതെ ചെയ്യാതിരിക്കണമെന്ന് പറയുന്നതിനാണ് ഇവർ പറഞ്ഞത്. സോഷ്യൽ മൊറാലിറ്റി, അവൻ കല്യാണം കഴിഞ്ഞവനാണോ ഇല്ലയോ എന്ന് സെപ്പറേറ്റ്ലി ഈ ലിവ് ഇൻ ടുഗദറിൽ പറഞ്ഞിട്ടേ ഇല്ല. ഒരു ആണും ഒരു പെണ്ണിനും 2 പേരും കൺസെൻഷ്വലി ആർ ഹാപ്പിലി വിത്തൗട്ട് എനി ഡ്യൂറസ്, വിത്തൗട്ട് എനി പ്രഷർ 2 പേരും സമാധാനമായിട്ട് ജീവിക്കാൻ റെഡിയാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഓക്കേഡ് എന്നാണ് ഈ കൺസെൻഷ്വൽ ലിവിങ് ടുഗദറിനെ അഗ്രി ചെയ്ത് കോടതി 2023 ക്ലിയർ ചെയ്തതാണ്. അപ്പം ലിവിങ് ടുഗദർ ക്ലിയർ ആകുവാണെങ്കിൽ ഇവിടെ മാരേജ് ആക്ടിന് ഒരു ചെറിയ കൺഫ്യൂഷൻ ഇല്ലേ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഒരു ഗ്രേ ഏരിയ ഉണ്ടെങ്കിലും അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയായിരുന്നു. അവിടെയാണ് ഇന്നത്തെ ഈ ചോദ്യം വന്നത്. എന്ത് ചോദ്യം വന്ന്, ആൾറെഡി ഈ അനാമികയുടെ അമ്മ കൊണ്ട് കേസ് കൊടുത്തത് എ മാൻ ഹു ഹാസ് ലൂഡ് മൈ ഡോട്ടർ ഈസ് ആൾറെഡി എ മാരീഡ് പേഴ്സൺ. അപ്പോൾ ആൾറെഡി എ മാരീഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ മോളിൽ 2023 പറഞ്ഞിരിക്കുന്നത് അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ദാറ്റ് വിൽ ഹാവ് ഇമ്പാക്റ്റ് എന്ന്. ഏതിൽ? ഈ സെക്കൻഡ് മാരേജ് റൂൾ സെക്ഷൻ 494 ഓഫ് IPC അല്ലെങ്കിൽ ഇപ്പോഴത്തെ സെക്ഷൻ 82 BNS പറയുന്നത് ഈ മാരിയിങ് സെക്കൻഡ് ടൈം വൈൽ ഫസ്റ്റ് സ്പൗസ് ഈസ് അലൈവ് വിത്തൗട്ട് എ ഫോർമൽ ഡൈവോഴ്സ് ഈസ് ഇല്ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ബൈഗാമി. ബൈഗാമി പെർമിറ്റഡ് അല്ല. ഇപ്പോൾ ഈ അക്വേഷനിലാണ് ഈ അലഹാബാദ് ഹൈക്കോർട്ട് പറഞ്ഞത്. അതിനൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, അത് സോഷ്യൽ മൊറാലിറ്റിയാണ് എന്നെ സംബന്ധിച്ചോളം. ലീഗാലിറ്റി എന്ന് പറഞ്ഞാൽ
ഒരു കപ്പിൾ ലിവിങ് ടുഗദർ ആണ്. ലിവിങ് ടുഗദർ ആയിരിക്കുമ്പോൾ ഇത് ആക്ച്വലി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഈ അനാമികയും ഈ ലിവിങ് ടുഗദർ ഇരിക്കുന്ന അടുത്ത പാർട്ട്ണറും പ്രോബബിളി ദേവർ ലിവിങ് ടുഗദർ അഗെയിൻസ്റ്റ് ദ ലേഡീസ് ഫാമിലി. ലേഡീസ് ഫാമിലി ശരിക്കും സ്ട്രെസ് കൊടുത്ത് അവരൊരു കേസ് ഫയൽ ചെയ്ത്, അവരൊരു കേസ് കൊടുത്തത് എന്താന്ന് പറഞ്ഞാൽ, എൻ്റെ പെണ്ണിനെ പൊക്കിക്കൊണ്ട് പോയി ലൂർ ചെയ്ത് താമസിക്കുകയാണ് എന്ന് പറഞ്ഞ്. അപ്പം സെക്ഷൻ 87 ഓഫ് BNS അവർ FIR എടുത്തു. അത് എന്താ, ഷാജഹാൻപൂർ ആയിരുന്നു സ്ഥലം. ഷാജഹാൻപൂരിൽ ഈ കേസ് FIR എടുത്തു. അപ്പം ഇവർ അറസ്റ്റ് ചെയ്യാൻ പോവായിരുന്നു. അല്ലാതെ ഈ UP വേറൊരു പരിപാടിയുണ്ട്, ഈ എന്താ പറയുക, ഹോണർ കില്ലിംഗ് എന്ന് ഒരു സാധനം വളരെ പ്രോമിനൻ്റ് ആണ്. വേറൊരു കാസ്റ്റുകാരനെ കല്യാണം കഴിച്ചാൽ, അല്ല കാസ്റ്റുകാരിയെ കല്യാണം കഴിച്ചാൽ അത് ലോവർ ക്ലാസ് അപ്പർ ക്ലാസ് എന്നൊക്കെ നോക്കിയിട്ട് ഇവർ നേരെ വെട്ടിക്കളയും, കൊന്നുകളയും. അപ്പം അതിനു വേണ്ടിയാണ് ഈ കപ്പിൾ ബോത്ത് ഹാവ് ഗോൺ. സ്പെഷ്യലി ദ ലേഡി ഹാസ് ഗിവൺ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഐ വിത്ത് മൈ ഫുൾ കോൺഷ്യസ് വിത്തൗട്ട് എനി കോയസീവ് പവർ ഞാനാണ് അക്സെപ്റ്റ് ചെയ്തത്, അയാളുടെ കൂടെ ഞാൻ മനസ്സാലാണ് താമസിക്കുന്നത്, അല്ലാതെ അല്ലെന്ന്. ആ കേസ് ഇതാണ്, അനാമിക ആൻഡ് അതേഴ്സ്, അനദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP ആൻഡ് അതേഴ്സ്. അത് ക്രിമിനൽ റിട്ട് പെറ്റീഷൻ ആണ് കൊടുത്തത്. 3799/2026 ആണ്. ഡിസൈഡഡ് ബൈ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് JJ മുനീർ ആൻഡ് ജസ്റ്റിസ് തരുൺ സക്സേന. ഇതിൻ്റെ റിസൾട്ട് വന്നത് 27 മാർച്ചിലാണ്. അദ്ദേഹം വേർഡിക്റ്റ് എഴുതിയത് March 25 പത്രങ്ങളിലെല്ലാം പുറത്തു വന്നത് 27 തീയതിയുടെ കേസാണ്. ഓക്കെ, ഇന്ന് 28. അപ്പം മിനിഞ്ഞാന്നാണ് വന്നത് അല്ലേ, മിനിഞ്ഞാന്നാണ് വന്നത്. 27 തീയതിയാണ് പ്രോമിനൻ്റ് ആയത്. വാസ് ഹിയറിംഗ് എ പ്ലീ സീക്കിംഗ് പ്രൊട്ടക്ഷൻ ലിവിങ് ഇൻ കപ്പിൾ ഫേസിംഗ് ത്രെറ്റ്സ് ഫ്രം എ വിമൻസ് പേ. അതിന് കോടതി പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, ദേ ഹാവ് ഫുൾ റൈറ്റ്, ദേ ഹാവ് ടു ബി ഗിവൺ ഫുൾ പ്രൊട്ടക്ഷൻ. സെക്ഷൻ 87 പ്രകാരം FIR എടുത്തതിനെ നീ റദ്ദ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് യു ഷുഡ് നോട്ട് ടേക്ക് എനി ആക്ഷൻ അഗൈൻസ്റ്റ് ദാറ്റ് ആൻഡ് ദേ ആർ നോട്ട് സപ്പോസ് ടു ബി അറസ്റ്റഡ്. സ്പെഷ്യൽ ഇൻഡിക്കേഷൻ കൊടുത്ത് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ഓഫ് ദ പർട്ടിക്കുലർ ഡിസ്ട്രിക്ട് ഹാസ് ടു എൻഷുർ ദാറ്റ് റൈറ്റ് പ്രൊട്ടക്ഷൻ ഹാസ് ടു ബി ഗിവൺ ദിസ് ടു കപ്പിൾ എന്നും കൂടെ ഒരു സ്റ്റിക്ചറും കൂടെ കൊടുത്തു. അപ്പം ഇതാണ് അദ്ദേഹം ഈ വേർഡിക്റ്റിൽ എഴുതിയത്. There is no offense of the kind where a married man staying with an adult in a live-in relationship by consent of the other person can be prosecuted for any offense whatsoever. There is no offense എന്നാണ് മുകളിൽ പറഞ്ഞത്. അപ്പം നോ പറഞ്ഞത് കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവർ വന്ന് സ്മൂത്തറായിട്ട് താമസിക്കാം. മൊറാലിറ്റിയും ലോയും രണ്ടും ഒന്നല്ല. നിങ്ങൾ സോഷ്യൽ മൊറാലിറ്റി പറയുവാണെങ്കിൽ, മൊറാലിറ്റി ഈസ് എൻറ്റർലി സോഷ്യൽ നോംസ്, ലോ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. അപ്പോൾ ലീഗാലിറ്റിയാണ് കൗണ്ട് ചെയ്യുന്നത്. ബോത്ത് ആർ ടു ബി റെഡ് സെപ്പറേറ്റ്ലി ആർ കെപ്റ്റ് സെപ്പറേറ്റ്ലി. ഇത് രണ്ടിനും ഒന്നിനും കണക്ഷൻ ഇല്ല. ഇഫ് ദർ ഈസ് നോ ഒഫൻസ് അണ്ടർ ദ ലോ മേഡ് ഔട്ട്, social opinion and morality will not guide the action of the court for protecting the rights of the citizen. അപ്പം റൈറ്റ്സ് ഓഫ് സിറ്റിസൺ മെഷർ ചെയ്യുന്നത്, അവരുടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി കോർട്ട് നോക്കുന്നത് മൊറാലിറ്റി അല്ല. അപ്പം അണ്ടർ നിയമപ്രകാരം മാത്രമേ നോക്കുള്ളൂ, അണ്ടർ ദ ലോ മേഡ് ഔട്ട് എന്നാണ് ഇത് പറഞ്ഞത്. ദ എബോവ് മെൻഷൻഡ് ഒബ്സർവേഷൻ ദാറ്റ് എ മാരിഡ് മാൻസ് ലിവിംഗ് ഇൻ റിലേഷൻഷിപ്പ് is not an offense was reportedly a contradiction of its own statement made by a single judge on March 20. ഇത് 25 തീയതി വരുന്നു. 20 തീയതി അതിനകത്ത് വേറൊരു ഹൈക്കോർട്ട് ജഡ്ജ് പറഞ്ഞിരിക്കുന്നത്, ഈ ഞാൻ പറഞ്ഞതിന് 82 ഓഫ് സബ്സെക്ഷൻ 2 BNS പ്രകാരം ഒരാൾ സെക്കൻഡ് മാരേജ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഭാര്യയെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഡൈവേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടുപേരും ഒരേ സമയത്ത് വന്നാൽ ബൈഗാമിയായിട്ട് മാറും. ബട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ രണ്ട് ജഡ്ജും എടുത്തത് JJ മുനീറും തരുണും പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ,
ലിവ് ഇൻ ടുഗദർ എന്ന് പറയുന്ന, അല്ലെ ലിവ് ഇൻ മാരേജ് എന്ന് പറയുന്നത് ഒരു മാരേജ് ആയിട്ട് അവർ എടുത്തിട്ടേ ഇല്ല. ദേ ആർ ലിവിങ് ടുഗദർ, ദാറ്റ്സ് ഓൾ. അവർ രണ്ടുപേരും ഒരേ റൂമിൽ താമസിക്കുന്നു, ഒരേ റൂമിൽ എൻജോയ് ചെയ്യുന്നു, തിരിച്ചു പോന്നു. ആസ് അഡൾട്ടറി വാസ് സെഡ് ടു ബി നോട്ട് ക്രൈം, മീൻസ് ദർ ഇസ് നോ ക്രൈം ഇൻ കേസ് അഡൾട്ടറി അക്കേഴ്സ്. അപ്പം ഒരാളുടെ ഭാര്യ വേറൊരു ആളുടെ കൂടെ പോയാൽ അല്ലെങ്കിൽ ഒരു ദിവസം താമസിച്ചാൽ അത് തെറ്റല്ല എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ ഇത് തെറ്റല്ല. അപ്പൊ 2018 വന്ന ഒന്നിന്റെ സെക്കൻഡ് ഇമ്പാക്റ്റ് ആണ് ഇന്നത്തെ സമയം വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അലഹാബാദ് കോർട്ടിന്റെ കീ ആസ്പെക്ട്സ് എന്താ പറഞ്ഞാൽ ലീഗാലിറ്റി ആണ് അവർ നോക്കുന്നത്. ലീഗലി എങ്ങനെയാണെന്ന് ഡിവിഷൻ ബെഞ്ച് റൂൾഡ് ദാറ്റ് മാരീഡ് മാൻ ലിവിങ് വിത്ത് അനദർ അഡൾട്ട് വുമൺ വിത്ത് ഹെർ കൺസെന്റ്, അതാണ് മെയിൻ പോയിന്റ്, വിത്ത് ഹെർ കൺസെന്റ്. രണ്ടുപേര് കൺസെൻഷ്വലി താമസിച്ചാൽ അല്ലെങ്കിൽ എന്ത് ചെയ്താലും ദാറ്റ് ഈസ് നോട്ട് പണിഷബിൾ ഒഫൻസ്. പണ്ട് സ്ത്രീകൾ ഇങ്ങനൊക്കെ ഇരിക്കുവാണെങ്കിൽ എന്തൊക്കെയൊക്കെ പറയും. ഇപ്പോൾ എന്ത് വേണമെങ്കിലും ആര് വേണമെങ്കിലും ചെയ്യാം. വി ബോത്ത് ആർ ഹാവിങ് കൺസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ആർ കോർട്ട് കനോട്ട് ഇന്റർവീൻ എന്നാണ് റീസെൻ്റ്ലി എല്ലാവരും മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിനകത്ത് അടുത്ത ഒരു കാര്യം പറഞ്ഞ് ലോയും മൊറാലിറ്റിയും രണ്ടും വേറെയാണെന്ന് വൺസ് അഗൈൻ എംഫസൈസ് ചെയ്യുന്നു. ദെൻ പ്രൊട്ടക്ഷൻ ടു കപ്പിൾ, ഇതാണ് അവർ പ്രത്യേകിച്ച് പറഞ്ഞത്. ദ കോർട്ട് ഹാസ് ഫ്രീക്വൻറ്റ്ലി ഗ്രാൻഡഡ് പ്രൊട്ടക്ഷൻ ടു കൺസെൻറ്റിങ് അഡൾട്ട്സ് ഇൻ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഫേസിങ് ഓപ്പോസിഷൻ ഫ്രം ദ ഫാമിലി ഓർ സൊസൈറ്റി. അവരുണ്ടെങ്കിലും അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് കോടതി ലാസ്റ്റിൽ ഡിക്ലെയർ ചെയ്തിരുന്നു. ഇതിനകത്ത് കോൺഫ്ലിക്റ്റിംഗ് വ്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ വിത്ത് റീസെന്റ് ഡിവിഷൻ ബെഞ്ച് അപ്രൂവ്ഡ് സച്ച് റിലേഷൻഷിപ്പ്, ഏർലിയർ റൂളിംഗ് ബൈ സിംഗിൾ ജഡ്ജ് has sometimes suggested that married individuals must obtain a divorce before entering a new live-in relationship. അതാണ് 20 മാർച്ചിൽ പറഞ്ഞത്. വെറും 5 ദിവസത്തിനകത്താണ് ഈ കേസ് ഇങ്ങനെ മാറിയത്. ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പിന് പഴയ അല്ലെങ്കിൽ വൈഫിന് ഡൈവേഴ്സ് കിട്ടിയാൽ മാത്രമേ നീ അടുത്ത ലിവ് ഇൻ റിലേഷൻഷിപ്പ് താമസിക്കാവൂ എന്ന് പറഞ്ഞത് ഞാൻ മുകളിൽ പറഞ്ഞ് 82(2) ഓഫ് BNSനെ കോട്ട് ചെയ്താണ് ഇനിഷ്യൽ സിംഗിൾ ജഡ്ജ് പറഞ്ഞത്. ഇവർ കുറച്ചുകൂടെ അഡൾട്ടറി ഈസ് നോട്ട് എ ക്രൈം എന്ന തിയറിയിലെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വർക്കൗട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ റൂളിംഗ് കൊടുത്തു. അപ്പോൾ ദ റൂളിംഗ് എംഫസൈസസ് ദാറ്റ് നോ ഒഫൻസ് ഇസ് മേഡ് ഔട്ട് അണ്ടർ ദ ലോ, ഇൻഡിവിജ്വൽ ആർ ഫ്രീ ടു ചൂസ് ദെയർ പാർട്ട്നേഴ്സ്. അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ വേർഡാണ്. ഒരു മാരീഡ് ഫാമിലി, ഒരു 5 മാരീഡ് ഫാമിലിൻ്റെ ഇടയ്ക്ക് ഇതല്ലാതെ ഈ ഒരു എയും ബിയും ഒരു സ്ഥലത്ത്, സിയും ഡി വേറൊരു സ്ഥലത്ത്, ഡി ഇയും എഫും വന്നിരിക്കുകയാണ്, എയും എമ്മും കൂടെ കയറിയാലും മീൻസ് അവൾ ആർ മാരീഡ് കപ്പിൾ. ആ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ അതിൽ എയും എമ്മും കൂടെ സെപ്പറേറ്റ്ലി അങ്ങപ്പുറത്ത് നീങ്ങി താമസിച്ചാൽ തെറ്റല്ല എന്നാണ് പറയുന്നത്. ദേ ഹാവ് ഫ്രീഡം ടു ചൂസ് ദെയർ പാർട്ട്നേഴ്സ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞത് ഇഫ് ദ പെറ്റീഷണേഴ്സ് ആർ ആൾറെഡി മാരീഡ് ആൻഡ് ഹാവ് ദെയർ സ്പൗസ് അലൈവ്, he or she cannot be legally permitted to enter in the live-in relationship with third person without seeking divorce from the earlier spouse. ഇതാണ് പഴയ ഇത്. If she has first have to obtain the degree of divorce from the court competent jurisdiction before solemnizing marriage or entering in the live-in relationship ഔട്ട് ഓഫ് ദെയർ ലീഗൽ മാരേജ്. ഇതാണ് അലഹാബാദ് ഹൈക്കോർട്ടിൻ്റെ ഫസ്റ്റ് സിംഗിൾ ജഡ്ജ് പറഞ്ഞത്. ഓക്കെ, ഇൻ ഷോർട്ട്, വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഷോർട്ടിൻ്റെ വേറൊരു വാക്കാണ് ഞാൻ ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ്ലി എഴുതിയത്, മോണോസിലബിക്കലി. ഓക്കെ, മോണോസിലബിക്കലി എന്ന് പറഞ്ഞാൽ ഇൻ ഷോർട്ട് എന്ന് പറയുന്നതിൻ്റെ ഈക്വലൻ്റ് ആണ്, സിനോണിമാണ്. അപ്പോൾ ഒരു വേർഡും കൂടെ നമുക്ക് കൂട്ടിയെടുക്കാവുന്ന ഒരു ഉദ്ദേശത്തിലാണ് ഇതും കൂടെ ഞാൻ ചെയ്തത്. ഓക്കെ, അതിനകത്ത് പറഞ്ഞത് ഫോറിൻ ഡൈവേഴ്സ് ഡിഗ്രീസ്. സുപ്രീം കോർട്ട് 2026 മാർച്ച് 19 പറഞ്ഞത് ദ കോർട്ട് ഡിക്ലെയർഡ് ദാറ്റ് എ ഫോറിൻ ഡൈവേഴ്സ് ഡിഗ്രി based on irretrievable breakdown of marriage, a ground not recognized under the Hindu Marriage Act, is not automatically enforceable in India. Real ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം അത് ഒരു ഡൈവേഴ്സ് ആയിട്ട് കൗണ്ട് ആയില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡൈവേഴ്സ് ഡിഗ്രി ആണത്.
ഫോറിൻ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഹിന്ദു മാരേജ് പ്രകാരമുള്ള ഡൈവേഴ്സ് അല്ല. അതുകൊണ്ട് that is not an automatically enforceable in India. However, the court did exercise its Article 142 power to grant divorce due to long-term separation. അപ്പം ലോങ് ടേം സെപ്പറേഷൻ കൊണ്ട് പുറത്ത് ഇപ്പം ജർമ്മനിയിലോ അല്ലെങ്കിൽ UAE താമസിക്കുന്നവർത്തൻ അവിടെ വെച്ച് ഡൈവേഴ്സ് വാങ്ങിച്ചിട്ട് വന്നാൽ ഇന്ത്യയിൽ രണ്ടാമത് കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിൽ ആക്ച്വൽ ഡൈവേഴ്സിൻ്റെ പുറത്തുള്ള ഡൈവേഴ്സിന് അഗ്രിയബിൾ അല്ല. അത് വൺസ് അഗൈൻ ഇവിടെ കൊടുത്ത് ആ ഇതിനെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് ഇന്ത്യൻ ഡൈവേഴ്സ് ഡിഗ്രി കിട്ടിയാൽ മാത്രമേ കല്യാണം കഴിക്കാവൂ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ ഒന്ന്. ദെൻ വാലിഡിറ്റി ഓഫ് മാരേജ് റിച്വൽസ്, ഞാൻ അതാണ് കുറച്ചു മുമ്പ് പറഞ്ഞത്. ദ കോർട്ട് റൂൾഡ് ദാറ്റ് ഹിന്ദു മാരേജ് ഈസ് ഇൻവാലിഡ് അണ്ടർ ദ ആക്ട് വിത്തൗട്ട് മാൻഡറ്ററി സെറമണീസ്. അതിനകത്ത് ഈ സെറമണീസ് മാൻഡറ്ററി ആയിട്ട് എന്തൊക്കെ ഉണ്ടോ, ഈ 3 പ്രാവശ്യം കറങ്ങണമെങ്കിൽ 3 പ്രാവശ്യം. ഇതിനകത്ത് പറഞ്ഞ സപ്തപതി 7 സ്റ്റെപ്സ് ഉള്ളതിന് കുറേ കാര്യങ്ങളുണ്ട്. ഇത് 3 പ്രാവശ്യം കറങ്ങുന്ന പോലെ അത് ചെയ്തിരുന്നാൽ മീൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ മാരേജ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിന് ഒന്നും വിലയില്ല. ആക്ച്വലി സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ദേ ഷുഡ് ഓതൻറ്റിക്കേറ്റ് ദാറ്റ് എവറിത്തിങ് ഹാസ് അക്കേർഡ്. ഓക്കെ. ദെൻ വൈവർ ഓഫ് മാൻഡറ്ററി സെപ്പറേഷൻ ഡൽഹി ഹൈക്കോർട്ടിൽ 2025-2026 ജനുവരിയിൽ പറഞ്ഞതാണ്. ദ കോർട്ട് ഹെൽഡ് ദാറ്റ് 1 year സെപ്പറേഷൻ റിക്വയർഡ് ഫോർ ഡൈവേഴ്സ് ഓഫ് മ്യൂച്വൽ കൺസേൺഡ് ഈസ് നോട്ട് മാൻഡറ്ററി. അതുവരെ 2025-26 വരെ ഏതൊരാളും ഡൈവേഴ്സ് പെറ്റീഷൻ കൊടുത്താലും 1 വർഷം അവർ സെപ്പറേറ്റ് താമസിക്കണം 2 പാർട്ടീസും. അതിനിടയ്ക്ക് അവർ മനസ്സ് മാറുവാണെങ്കിൽ ദേ ക്യാൻ ഗോ ടുഗദർ എന്ന ഒരു ഉദ്ദേശത്തിലാണ് അന്ന് അത് തുടങ്ങിയതായിരിക്കും. ഇപ്പം മോഡേൺ വേൾഡ്, ഫാസ്റ്റ് വേൾഡ് ഇതെല്ലാം വെച്ചിട്ട് ആ 1 വർഷം ആവശ്യമില്ല. ഇറ്റ്സ് നോട്ട് മാൻഡറ്ററി, ക്യാൻ ബി വെയ്വ്ഡ് ബൈ ദ ഫാമിലി കോർട്സ് ഇൻ ദ കേസ് ഓഫ് എക്സ്ട്രീം ഹാർഡ്ഷിപ്പ് എന്നാണ് പറഞ്ഞത്. ദെൻ മെയിൻ്റനൻസ് റൈറ്റ്സ്, ഇത് ഒരു നല്ലൊരു പോയിന്റാണ്. ഫെബ്രുവരി 2026 court observed that a wife's independent income does not automatically disqualify her for receiving maintenance. ഈ 25 വരെ നോർമലി മെയിൻ്റനൻസ് ചോദിക്കുവാണെങ്കിൽ ഈ ഭർത്താവിടെ ഇൻകം എത്ര ഉണ്ട്, ഭർത്താവിടെ ഇൻകം വെച്ച് ഈ ഭാര്യ ഈ വീട്ടിൽ താമസിച്ചാൽ എന്ത് സ്റ്റാറ്റസിൽ താമസിക്കും, ആ സ്റ്റാറ്റസിൽ അവർ പോയി കഴിഞ്ഞാലും അവർ വേറൊരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ ആ സ്റ്റാറ്റസിൽ താമസിക്കാനുള്ള എത്ര ചിലവാകും, ആ ചിലവ് എന്ന് പറയുന്നത് ഈ ഭർത്താവ് കൊണ്ട് ബിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചിലവായിരുന്നു ഇന്നലെ വരെ. അപ്പോൾ ഇവർ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് കൊടുക്കണം. അപ്പം അതുകൊണ്ടാണ് ഫിക്സഡ് എമൗണ്ടോ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ആയിട്ട് സിമ്പിൾ എമൗണ്ട് ഓരോ സ്ഥലത്തും ഡിക്ലെയർ ചെയ്തില്ലായിരുന്നു. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫാമിലി ടു ഫാമിലി ആൻഡ് കപ്പിൾ ടു കപ്പിൾ ആയിട്ട് വെച്ചിരുന്നു. മെയിൻലി ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഹസ്ബൻഡ്. റീസെൻ്റ്ലി ഒരു ആൻട്രപ്രനറുടെ വൈഫ് മന്ത്ലി 20 ലക്ഷം രൂപയാണ് മെയിൻ്റനൻസ് ചോദിച്ചിരുന്നത്. അത് ഗ്രാൻഡിനെ വന്നപ്പോൾ ഈ ആർഗ്യുമെൻ്റ് സമയത്ത് ഒരു 3 months or 5 months ബാക്കാണ് ഈ കേസ് നടന്നത്. അപ്പോൾ അതെന്തായിരുന്നെന്ന് ലാസ്റ്റിൽ ഞാനത് ചെക്ക് ചെയ്തില്ലായിരുന്നു. അപ്പം 20 lakhs എന്ന് പറഞ്ഞാൽ അവർ ഈ ഭർത്താവിടെ കൂടെ താമസിക്കുമ്പോൾ ചിലവാകുന്ന എമൗണ്ടാണ്. അതിനകത്ത് ദ മാൻ ക്യാൻ സക്സീഡ് ഇൻ കേസ് ഇഫ് he proves that the wife is having sufficient earning for maintaining herself എന്ന് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. ബട്ട് ഈ 2025-26 ചെയ്തതിന് റിസൾട്ടായിട്ട് മാർച്ച് 27, 2026 വന്നത് ഓട്ടോമാറ്റിക്കലി ഡിസ്ക്വാളിഫൈ ആകത്തില്ല വൈഫിന് ഇൻഡിപെൻഡൻറ്റ് ഇൻകം ഉണ്ടെങ്കിൽ പോലും. അതും അലഹാബാദ് ഹൈക്കോർട്ട് തന്നെയാണ് തന്നത്. കൺസെൻഷണൽ ലിവിങ് ഇൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് അടുത്ത് പറഞ്ഞിരുന്നു. ദെൻ ദ കോർട്ട് സ്റ്റേറ്റഡ് ദാറ്റ് ദ മൊറാലിറ്റി ആൻഡ് ലോ. ഇതിനകത്ത് കീ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ബെഞ്ച് തരുൺ പറഞ്ഞത് പ്രൊട്ടക്ഷൻ കൊടുക്കണം, പോലീസ് റെസ്പോൺസിബിലിറ്റി. ദ കോർട്ട് ഡയറക്റ്റഡ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഷാജഹാൻപൂർ ടു എൻഷുർ ദ കപ്പിൾ സേഫ്റ്റി ആൻഡ് ഓർഡർഡ് ദാറ്റ് no action be taken against them regarding the case filed under section 87 of BNS. സെപ്പറേഷൻ ഓഫ് ലോയും മൊറാലിറ്റിയും രണ്ടും വേറെയാണ്. ഇപ്പം കോൺഫ്ലിക്റ്റിംഗ് ഹൈക്കോർട്ട് വെഡിക്റ്റാണ് വന്നിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ എന്താണ് ചെയ്യണം? ഇനി ഇതൊരു പ്രത്യേക
അല്ലെങ്കിൽ ഒരു വെരി ഇൻട്രസ്റ്റിംഗ് കേസ് ആയതുകൊണ്ടാണ് സാബു സാർ പറഞ്ഞ ഉടനെ നമുക്ക് ഇങ്ങനത്തെ കേസിൽ പോകുമ്പോൾ ഇത് വെരി ലേറ്റസ്റ്റ് ഒന്നാണ്. ലേറ്റസ്റ്റ് വൺ എന്താന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും വേറൊരു പെണ്ണിൻ്റെ കൂടെ ചുമ്മാ പോയി താമസിക്കാം. ഒരു മാസമോ 2 മാസമോ ഒരാഴ്ചയോ. ഒരു പണ്ട് ഞാൻ ഈ LLBക്ക് വായിക്കുമ്പോൾ മുട്ട മാരേജ് എന്ന് പറയുന്നുണ്ട്. MUTTA, മുട്ട മാരേജ്. അപ്പോൾ അറബികൾ ഇങ്ങോട്ട് വരും, ഇന്ത്യയിൽ വരും. ഒരു കൊച്ചു പെണ്ണിനെ ഒരു 2 മാസത്തേക്കോ 5 മാസത്തേക്കോ വരും. ആ മുട്ട മാരേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ കല്യാണം കഴിക്കുകയാണ്. നേരെ ഈ മെഹറെല്ലാം കൊടുക്കും, എല്ലാം ചെയ്ത് അവർ താമസിച്ചിട്ട് കുറേ കാലം കഴിഞ്ഞപ്പം അവർ തിരിച്ചു പോകും. ദാറ്റ് വാസ് സെഡ് ടു ബി മുട്ട മാരേജ്. ഓക്കെ, ഇസ്ലാമിൽ. അപ്പോൾ അതേപോലെ ഇനി ഈ മിനിഞ്ഞാന്നത്തെ മീൻസ് March 27 കേസിൽ, അല്ലെങ്കിൽ March 25, 2026 അലഹാബാദ് ഹൈക്കോർട്ടിൻ്റെ വെഡിക്റ്റ് പ്രബലമാകുവാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എനി മാരിഡ് മാൻ ആർ എനി മാരിഡ് ഗേൾ ക്യാൻ ജസ്റ്റ് വാക്ക് ഔട്ട് ഫോർ സം ടൈം, സ്റ്റേ വിത്ത് സംബഡി ആൻഡ് ഷീ ക്യാൻ ബി ഫ്രീ. ഒരു സോഷ്യൽ സിസ്റ്റംസ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം ഇത് ഒരു മെയിൻ പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. അത് therefore I സാറേ, അപ്പൊ thought കൺസെന്റ് വേണ്ട എന്നാണോ പറയുന്നത്? കൺസെന്റോട് കൂടി വേണമെന്നല്ലേ? കൺസെന്റ് ഉണ്ടെങ്കിൽ എന്നല്ലേ? അല്ല, ഈ കയറി പോകുന്ന ഒരാണും പെണ്ണിനും കൺസെന്റ് വേണം, ബാക്കി ആർക്കും കൺസെന്റ് വേണ്ട. ഇപ്പം ഒരു പെണ്ണ് ഇറങ്ങി പോവാണെങ്കിൽ പെണ്ണിന്റെ ഭർത്താവിന്റെ കൺസെന്റ് വേണ്ട. ഈ ആണ് ഇറങ്ങി പോകുമ്പോൾ ഈ ആണിന്റെ ഭാര്യയുടെ അതിന് കൺസെന്റ് വേണ്ട. അവർ രണ്ടുപേരും പോയി സെപ്പറേറ്റ് താമസിക്കാം. തേർഡ് പാർട്ടിയിലേക്കുമായിട്ട് കൺസെന്റ് വേണമെന്നുള്ളൂ. ഏത് സാർ? തേർഡ് പാർട്ടി ആയിട്ട് കൺസെന്റ് വേണമെന്നേ ഉള്ളൂ. ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ കൺസെന്റ് വേണമെന്ന് നിർബന്ധമില്ല. ആ തേർഡ് പാർട്ടി പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന രണ്ടുപേരുടെ ഇടയ്ക്ക് കൺസെന്റ് വേണം. ദാറ്റ്സ് വാട്ട് ദ ലേറ്റസ്റ്റ് കേസ് സ്റ്റഡി സേസ് ദാറ്റ്. ഒരു വണ്ടർഫുൾ കേസ് സ്റ്റഡിയാണ്. എത്ര പേര് നോക്കിയിരുന്നെന്ന് അറിഞ്ഞുകൂടാ. ഇത് ഒരു പ്രബലമായി മാറുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് പണ്ട് ഒരു ചുംബന സമരം എന്ന് വന്നിരുന്നപ്പോൾ നമ്മളെല്ലാം അതിനെ ഒപ്പോസ് ചെയ്തപ്പോൾ കുറേ എന്താ മില്യനേഴ്സ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് പത്രങ്ങളിലൊക്കെ കൊടുക്കുമായിരുന്നു. സാറിന് ഓർമ്മ ഉണ്ടോ അത്? യെസ്. അതുപോലെ വേറൊരു ഇമ്പാക്റ്റ് വരാൻ ചാൻസ് ഉള്ള ഒരു വെഡിക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇഫ് യു ടേക്ക് വെരി പോസിറ്റീവ്ലി ദാറ്റ് വിൽ മൂവ് ഓൺ. ഇതിനകത്ത് എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ ഈ വേർഡിക്റ്റിന് നെഗറ്റീവ് വശങ്ങൾ ഇങ്ങനെയൊക്കെ ആകാമെന്ന് എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. ഇറ്റ് ഈസ് നോട്ട് കോർട്ട് ആർ സംബഡീസ്. ഐ പേഴ്സണലി വ്യൂഡ് ദിസ്. ഇങ്ങനെ ഇരുന്നാൽ ഈ മനുഷ്യനെ ഡൈവേഴ്സ് കിട്ടാതെ, ഡൈവേഴ്സ് വാങ്ങിക്കാതെ വേറൊരു പെണ്ണിൻ്റെ കൂടെ വേറൊരു വീട് വാടകയ്ക്കെടുത്ത്, അല്ലെങ്കിൽ വേറൊരു വീട് ഇങ്ങേർക്ക് ഉണ്ടെങ്കിൽ, സെക്കൻഡ് വീട് ഉണ്ടെങ്കിൽ ആ വീട്ടിൻ്റെ കഥ തുറന്നിട്ട് രണ്ടുപേരും താമസിക്കുവാണെങ്കിൽ it's equivalent that any married lady can walk out of husband for some time and live in together with somebody, only subject to that new man and new girl should have consensus. എന്നുവെച്ചാൽ നിയമപ്രകാരം ലിവിങ് ടുഗദർ എന്ന് പറയുന്നതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു വേർഡിക്റ്റ് ആണെന്ന് പറയാം. സാർ, അത് സെക്ഷൻ അല്ല, ഫസ്റ്റ് പാർട്ട് എവർ ഇറ്റ് ഇസ് അവൈലബിൾ, ട്രൂ. ബട്ട് സെക്കൻഡ് ടാഗിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ലിവിങ് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം വരെ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒരു ഏതർ ഡൈവേഴ്സി ആർ സിംഗിൾ മാൻ ആർ ഹു വാസ് നോട്ട് മാരീഡ്, ഇങ്ങനത്തെ ഒരു ആംഗിൾ മാത്രമാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു തേർഡ് ആംഗിൾ കൂടെ വന്നിരിക്കുകയാണ്, വെദർ ഹീ ഈസ് മാരീഡ് ആർ അൺമാരീഡ്, നോട്ട് ടു കൗണ്ട് ദാറ്റ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അത് മൊറാൽ ഓബ്ലിഗേഷൻ ആണെന്നാണ് ഈ കോർട്ട്. മീൻസ് മൊറാലിറ്റി ഡോണ്ട് മിക്സ് വിത്ത് മൊറാലിറ്റി ആൻഡ് ലോ. ഇൻ ലോ there is nowhere it is written that a married person cannot living together with somewhere else. ആ വേർഡ് പറയാത്ത കാലത്തോളം ഞങ്ങൾക്ക് അത് ഒബ്ജക്ഷൻ അല്ല. ഇറ്റ് ഇസ് നോട്ട് എ ക്രൈം. അവർ പറഞ്ഞ വാക്ക് ഇതാണ്. Nowhere it is അപ്പൊ anywhere. ഈ മാരേജ് എന്ന് പറയുന്ന ആ പ്രോസസ്സിന്റെ ഒരു എന്താ പറയുന്നത്, സെറനിറ്റി, അതെ, സെറനിറ്റി പതിയെ പതിയെ സീറോ ആയിട്ട് മാറും. അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ കുറഞ്ഞു പോവുകയാണെന്നാണ് അർത്ഥം.
ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനകത്ത് ഇതൊരു വളരെ പ്രാധാന്യമുള്ളൊരു വെർഡിക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ചർച്ച ചെയ്യണം എന്ന് ചിന്തിച്ചത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഷെയറിങ്, എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. എനി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഓർ പേഴ്സണൽ ഒപ്പീനിയൻ? പാശ്ചാത്യ ലോകമൊക്കെ മാറുന്ന ആ ഒരു പേസിൽ അല്ലെ ഇന്ത്യയിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ചില ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അല്ല, നമുക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഒരു വ്യൂസ് ഉണ്ടെങ്കിലും പറയാം. പറയാം. വി ഷാൽ ഹാവ് ഡിസ്കഷൻ ഫോർ റഫ്ലി 5 minutes. അപ്പൊ ഇവരെല്ലാവരും കേട്ടവരാണെങ്കിൽ എന്തെങ്കിലും പറയുന്നത് നല്ലതായിരിക്കും. യെസ് സാർ, വേണുഗോപാൽ സാർ. സുപ്രീം കോടതി അടുത്തൊരു വിധി വന്നു. ഭാര്യ ഭർത്താക്കന്മാര് ഭാര്യ ചെയ്യുന്ന ജോലി അടുക്കളയിൽ കയറിയിട്ട് ഭർത്താവും ചെയ്യണം, പിന്നെ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ വേറെ ചില വർക്കുകൾ ഈ സ്ത്രീകൾക്ക് മാത്രമേ വഴങ്ങുള്ളൂ. പുരുഷന്മാർക്ക് ചെയ്തുകൂടാന്നല്ല, പക്ഷേ ആ ഭാര്യമാരെ സഹായിക്കണം, നിർബന്ധമായി സഹായിക്കണം എന്നുള്ള ഒരു ജനറൽ ഒരു കർക്കശമായ റൂള് കൊണ്ടുവരായിരുന്നു നല്ലത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഓരോന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം അവര് പിന്നെ പാത്രം കഴുകണം, അലക്കണം എന്നൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ജനറൽ ആയിട്ട് ഒരു റൂള് കൊണ്ടുവന്ന പോയെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. സാർ പറഞ്ഞാൽ കറക്റ്റാണ്. പക്ഷെ ജഡ്ജ് കുറച്ചുകൂടെ എക്സൈറ്റ് ആയി കാണും. അതിനകത്ത് കുറേ കാര്യങ്ങൾ കൂടെ അഡീഷണൽ ആയിട്ട് എഴുതി പോയിന്നേ ഉള്ളൂ. അപ്പം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്ലാരിറ്റി, ഡബിൾ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് എഴുതുന്നതൊക്കെ. ജഡ്ജ്മെന്റ് ഒറ്റ ലൈനിൽ എഴുതാം. ഇപ്പോൾ ഞാൻ പല സമയങ്ങളിൽ പറയും, 3000 പേജസിലാണ് ഈ കുറ്റിൻഹ എന്ന് പറയുന്ന ഒരു മാജിസ്ട്രേറ്റ്, ജഡ്ജല്ല, ജയലളിതയ്ക്ക് അഗൻസ്റ്റ് വെർഡിക്റ്റ് ഉണ്ടാക്കിയത്. ആ ആ എന്താ പറയാ, വെർഡിക്റ്റ് 3000 ആണ്. അത് മാത്രമല്ല, അങ്ങനെ സ്വന്തമായിട്ടിരുന്ന് അടിച്ചത്, പുറത്ത് ക്ലർക്കിന് കയ്യിൽ പോലും കൊടുത്തില്ല എന്നാണ്. സാർ വായിച്ചു കാണും. ഈ എന്താ ഒരു പരപ്പനങ്ങാടി ശാലയിലുള്ള കോടതിയായിരുന്നു അന്ന്. അപ്പം അതിനു വേണ്ടി കുറച്ച് ക്ലാരിറ്റി തരാൻ വേണ്ടി അദ്ദേഹം കൂടുതൽ എഴുതിയെന്ന് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല സാർ. ഓക്കെ. വേണുഗോപാൽ സാർ പറഞ്ഞതാണ് വളരെ കറക്റ്റ്. ബട്ട് ഒറ്റ ലൈനിൽ ചില ആൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കുറച്ചുകൂടെ. അല്ല, സഹായിക്കണം എന്നുള്ളൊരു മസ്റ്റാണ്, നിർബന്ധമാണ്. ആ പരസ്പരം വീട്ടിലെ ജോലികൾ രണ്ടുപേരും ഷെയർ ചെയ്യണം. പക്ഷെ ചില ജോലികൾ സ്ത്രീകൾ സമ്മതിക്കില്ല എന്നുള്ള വരിക. സ്ത്രീകൾ തന്നെ പുരുഷന്മാരെ കൊണ്ട് ചെയ്യിക്കാനുള്ള അവർ ഇഷ്ടക്കുറവ് കാണിക്കും. സ്വാഭാവികം. അല്ലാത്ത കേസിൽ എന്തൊക്കെ സഹായം ചെയ്യാനുണ്ട് പുരുഷന്? സാർ പരസ്പരം നമ്മളെല്ലാം സഹായിച്ചു കൊണ്ടുപോകണമെന്നാണ് പറയുന്നത്. അല്ല, നമ്മളെല്ലാം സംസാരിക്കുന്നത് സൗത്ത് ഇന്ത്യ, തമിഴ്നാട്, കേരളം വെച്ചാണ്. ഞാൻ കഴിഞ്ഞ യാ ഒരു 2 ആഴ്ചത്തേക്ക് മുമ്പ് ഡീൽ ചെയ്ത കേസ് ഒരു ഉം, മഹാരാഷ്ട്രയും ഗുജറാത്തിനും ഇടയ്ക്ക് താമസിക്കുന്ന ഒരു കപ്പിളാണ്. എൻ്റെ സർപ്രൈസിന് ആ ലേഡി ഫ്രം റൂറൽ സെഗ്മെന്റ്, വൈഫ് ഫ്രം അർബൻ സെഗ്മെന്റ്. ഹസ്ബൻഡിനെ വൈഫിനെ എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത്, ഗവൺമെന്റ് ജോലി ഇല്ലെങ്കിലും സാരമില്ല, ഞാൻ അവളുടെ കൂടെ താമസിച്ചാൽ മതി. വൈഫിന് അങ്ങനെയല്ല. വൈഫ് റൂറൽ സെഗ്മെന്റിലിരുന്നത്, മീൻസ് ഗ്രാമപ്രദേശത്തിലിരുന്നാണ്. നോർമലി ഗ്രാമത്തിലുള്ള സ്ത്രീകൾ ഹസ്ബൻഡാണ് എല്ലാം എല്ലാം എന്ന് ചിന്തിക്കുന്ന ഒരു നാട്ടില് അവര് ഹസ്ബൻഡിന് ഞാൻ പറഞ്ഞതുപോലെ നിൽക്കുവാണെങ്കിൽ മാത്രമേ ഐ വിൽ അലവ് യു എന്ന് പറയുന്ന, അവർക്ക് കോൺജിക്കൽ ക്ലിയറൻസ് പോലും ലാസ്റ്റ് 3 months 4 months ആയിട്ടില്ല എന്നാണ് ഹസ്ബൻഡ് വാസ് ക്ലെയിമിങ് ഇറ്റ്. ദ ലേഡി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഈവൻ ഫോർ ഹാവിങ് കൗൺസിലിംഗ്. ഞാൻ വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാരുണ്ട് സാർ. ആ ലോകം കാണുമ്പോൾ നമ്മളെല്ലാം കുറച്ചൊക്കെ വിശാലമായി ചിന്തിക്കാൻ തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും വലിയ പ്രോബ്ലം ഇല്ല. കർണാടകയിലും അപ് ടു സിറ്റി ലെവൽ ഒരു വലിയ കുഴപ്പമില്ല. ബട്ട് അതുപോലെ സുപ്രീം കോടതി ഇപ്പൊ വേറൊരു വിധി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഈ ലവ് മാരേജിന്റെ കാര്യത്തില് സ്ത്രീ പുരുഷന്മാർ പിന്നെ ലവ് മാരേജിന്റെ കാര്യത്തില് പേരൻസിന്റെ പെർമിഷൻ വേണം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നല്ലോ. അപ്പോ അതെ എക്സിസ്റ്റിംഗ് റൂൾ ഉണ്ട് ഇവിടെ പിന്നെ ഓൾറെഡി ഉള്ളത്. കാരണം 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിക്കും 21 വയസ്സ് കിട്ടിയ ആൺകുട്ടിക്കും അവർക്ക് ഒരുമിച്ച് ലീവ് ടുഗദറിനെ കോടതി അംഗീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് അതെ രണ്ടും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട് ഈ വിധിന്റെ കാര്യത്തിൽ? ഏതാണ്? സാർ, അതിനാണ് ഇതൊക്കെ നമ്മുടെ ഈ മാരേജ് രജിസ്ട്രേഷൻ ആക്ടിൽ അവർ പണ്ട് എങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ, 1 മാസത്തിന് മുമ്പ് ഒരു ചെക്കൻ്റെ ഫുൾ അഡ്രസ്സും പെണ്ണിൻ്റെ ഫുൾ അഡ്രസ്സും എഴുതി ആ സൊസൈറ്റിയിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നെയ്യാറ്റക്കര, ഞാൻ ആം ടോക്കിംഗ് ഫ്രം ട്രിവാൻഡ്രം. അപ്പം തിരുവനന്തപുരത്ത്
നോക്കുമ്പോൾ ഒരു നെയ്യാറ്റിൻകരയിലുള്ള ഒരു കപ്പിൾ കിള്ളിപ്പാലത്തോ ശാസ്തമംഗലത്തിലോ ഉള്ള രജിസ്ട്രേഷൻ ഓഫീസിൽ വന്നിട്ട് സാറേ ഞങ്ങൾ രണ്ടുപേരും രജിസ്റ്റേർഡ് മാരേജ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസത്തിന് മുമ്പ് അവരുടെ ഡീറ്റെയിൽ വാങ്ങിച്ച് അവിടുത്തെ നോട്ടീസ് ബോർഡിലും ഈ യഥാർത്ഥത്തിൽ ഇവർ താമസിക്കുന്ന ഗ്രാമത്തിന്റെ മെയിൻ ഓഫീസ് അല്ലെങ്കിൽ പബ്ലിക് കോൺസ്പീസസ് പ്ലേസ് എന്നാണ് പറയുന്നത്, അവിടെയും കൊണ്ട് ഇത് ഒട്ടിച്ചു വെക്കണം. ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ ഈ 30 ദിവസത്തിനകത്ത് ഈ പർട്ടിക്കുലർ സബ് രജിസ്റ്റർ ഓഫീസെ അറിയിക്കുക എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ പറഞ്ഞാൽ പാരൻസ് മാത്രമല്ല, ഈവൻ സംബഡി എൽസ്, ആ പെണ്ണിന്റെ മുറച്ചക്കന്നെ പോലും ആവശ്യമില്ല, കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാമെന്നാണ് പണ്ടൊക്കെ ഇരുന്നത്. അതിനാണ് ഇപ്പോൾ മാറി മാറി വരുന്നത്. ഇപ്പൊ 2025-26 ആക്ച്വലി ഇതിന്റെ ഡിഫറെന്റ് ആംഗിളില് സിസ്റ്റം ഈസ് മൂവിങ്. സാർ പറഞ്ഞതാണ് കറക്റ്റ്. പണ്ട് ഈ രജിസ്ട്രേഷൻ ഓഫ് മാരേജ് എന്ന് പറയുന്നത്, രജിസ്റ്റേർഡ് മാരേജ് ആക്ടിൽ പറയുന്നത് അവർ 30 ദിവസത്തിന് മുമ്പ് വരണം. നോ ഒബ്ജെക്ഷൻ ഹാസ് ബീൻ ഫൗണ്ട് ടിൽ ഡേറ്റ്, ദെയർഫോർ ഐ ആം ഗിവിംഗ് കൺസേൺഡ് ഫോർ ദ മാരേജ് എന്ന് സബ് രജിസ്റ്റർ എഴുതി ഒപ്പിട്ടതിന് ശേഷം രണ്ടാമത് ഇവരുടെ മാരേജ് ഇനാക്ട് ചെയ്യും. അതാണ് സംഭവിക്കുന്നത് ഇപ്പോഴും. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ സാറിന് വേറൊരു അർജന്റ് പരിപാടികളുണ്ട്. സാറേ, ചെറിയൊരു Yes. നിർദ്ദേശം ഒക്കെ ഉള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിൽ അലഹാബാദ് ഹൈക്കോടതിയിലുള്ള വിധിയെ കുറിച്ചാണ് സാർ ഇവിടെ ആശങ്കപ്പെടുന്നത്. വ്യക്തിപരമായിട്ട് നമ്മളതിനെ ആശങ്കപ്പെട്ടാലും അതിനെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയും ഈ സ്ത്രീ പുരുഷ സമത്വം നമ്മുടെ മാരേജിനെ കുറിച്ചുള്ള യാഥാസ്ഥിക കാഴ്ചപ്പാടൊക്കെ മാറും എന്നാണ് നമ്മൾ പറയുന്നത്. അത് സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. അതിന് നമ്മൾ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയും അതുപോലെ പിന്നെ വൈഫും ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ റിലേഷൻസിനൊക്കെ ഒരു സാങ്കേതികത്വത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ മേജർ ആയിട്ടുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു സ്ത്രീയും പുരുഷനും ഒരു ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ അത് റേപ്പ് അല്ല എന്നുള്ളൊരു വിധി ഉണ്ടായിരുന്നല്ലോ. അപ്പോ നമ്മളിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അലഹാബാദ് ഹൈക്കോടതിയിലുള്ള വിധി എടുത്ത് മാത്രം ഇങ്ങനെ ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു നിർദ്ദേശം. രണ്ടാമത് സാറോട് ഒരു സംശയം ചോദിക്കാനുള്ളത്, ആ മുട്ട മാരേജിനെ കുറിച്ച് സാർ പരാമർശിച്ചല്ലോ. ആ മുട്ട മാരേജിന് ഇപ്പോഴും വാലിഡിറ്റി ഉണ്ടോ എന്നുള്ളതാണ് സംശയം. അത് എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഈ മുസ്ലിം വിഭാഗത്തിലെ ഷിയ സുന്നി എന്ന രണ്ട് വിഭാഗങ്ങളുണ്ട്. അതിൽ ഷിയ വിഭാഗക്കാര് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ് മുട്ട മാരേജ് എന്നാണ് എൻ്റെ ഒരു താൽക്കാലിക മാരേജ്, താൽക്കാലിക സെറ്റപ്പായി തുടരുന്നു. അപ്പൊ അതിന് ഇപ്പോഴും വാലിഡിറ്റി ഉണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാറുണ്ട്. ഓക്കെ സാർ, ഞാൻ ആക്ച്വലി പ്രാക്ടിക്കലി അങ്ങനത്തെ കേസുകൾ ഒന്നും നോക്കിയില്ല. ബട്ട് എൻ്റെ LLB സബ്ജക്റ്റിൽ അത് വന്നതിൽ വാലിഡിറ്റി ഉണ്ട്. അതിന് ശരിയത്ത് നിയമപ്രകാരം അങ്ങനെ ഒരു വാക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ടെമ്പററി ഒരാൾ വന്ന് വേറൊരു കൊച്ചിനെ കല്യാണം കഴിച്ചാൽ അത് നിയമം അല്ലാന്ന് ആർക്കും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, പ്രൊവൈഡഡ് അത് ഇസ്ലാം നിയമപ്രകാരമാണെങ്കിൽ, ഇസ്ലാം മാരേജ് ആക്ട് പ്രകാരമാണെങ്കിൽ. അതല്ല ഹിന്ദു മാരേജിലാണെങ്കിൽ ഇല്ല. ഹിന്ദു മാരേജാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. 2, സാറ് പറഞ്ഞത് അലഹാബാദ് ഹൈക്കോർട്ടിൻ്റെ ഞാൻ ആശങ്കപ്പെട്ടതിന് ഒന്നുമല്ല, അതിൻ്റെ ഇമ്പാക്റ്റും കൂടെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇങ്ങനെയും ആകാം, അതുകൊണ്ട് ആയിന്നല്ല. പിന്നെ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത് സാറ് ഒരു സ്റ്റെപ്പ് ഒരു എക്സ് ആംഗിളിന് എക്സ് ഡിഗ്രി മീൻസ് ആംഗിളിന് പകരം സാർ വൈ ആംഗിളിലാണ് വായിച്ചത്. ജെൻഡർ ഈക്വാലിറ്റി ഒരു കല്യാണം കഴിക്കുന്നതിൻ്റെ അല്ല, ഒരു ആണിനും പെണ്ണിനും അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ആണിന് അല്ലെങ്കിൽ ഒരു ബസ് കണ്ടക്ടറിന് ഒരു ആണ് ചെയ്യുന്ന പണി പെണ്ണിനും ചെയ്യാം. ഒരു ഡ്രൈവിംഗ് പണി ആണ് ചെയ്യുന്നതിന് പെണ്ണിനും ചെയ്യാം. ഒരു സൊസൈറ്റിയിൽ എന്തൊക്കെ പണി, ഈവൻ ഫൈറ്റർ പൈലറ്റ് വരെ ഇന്ന് ഇന്ത്യൻ എയർഫോഴ്സിൽ പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പണ്ട് ഈ റഫ് ആൻഡ് ടഫ് എന്നാണ് പറയുന്നത് പട്ടാളക്കാരുടെ, ആർമിയിലും എയർഫോഴ്സും നേവിയിലും. നേവിയിൽ കപ്പലിനകത്ത് 3 മാസം 6 മാസം
ജീവിക്കാൻ അകത്ത് പോകണം, ഒരു കണക്ടിവിറ്റിയും കാണത്തില്ല. അതിലൊക്കെ ലേഡീസ് നോട്ട് പെർമിറ്റഡ് ആയിരുന്നു. ബട്ട് അവിടൊക്കെ ഇപ്പോൾ വന്ന് അതാണ് ജെൻഡർ ഈക്വാലിറ്റി. അല്ല മാരേജിൽ ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്നതിൽ ഭാര്യയെ ഇറങ്ങി ഒരു 20 ദിവസമോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ പോകുന്നത് ജെൻഡർ ഈക്വാലിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ റഷീദ് സാറിന് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. അവിടെയാണ് ആശങ്ക ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് താങ്ക് യു, യു സാർ. യെസ്, യെസ്. ഓക്കെ, അപ്പൊ ഇനി സംശയം പറഞ്ഞോളൂ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. സാറ് പറഞ്ഞ ഇതിൽ കുറെ കാര്യങ്ങൾ കേട്ടോണ്ട് ഒന്നും മനസ്സിൽ പെട്ടെന്ന് പതിയില്ല. ഞങ്ങൾക്ക് നിയമവശമൊന്നും അങ്ങനെ അറിയാത്ത സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോൾ സ്ത്രീകളെ കാര്യം പറയുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസം കൂടിയതിന് ശേഷമാണല്ലോ ഈ നിയമത്തിന്റെ അങ്ങനെയല്ലോ ഓരോന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. മുമ്പ് അവരെ സ്ത്രീകളും കുട്ടികളും അങ്ങനെ ഒരു കാറ്റഗറി പെടുത്തിയതുപോലെയാണ് ഉണ്ടാവില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പൊതുവെ പറയുമ്പോൾ സ്ത്രീകളും കുട്ടികളും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പൊ നിയമം ശരിക്കും അറിയാത്തവർ തന്നെ ആയിരിക്കുമല്ലോ. ഇപ്പം സ്ത്രീകൾക്ക് ഭാഗത്തുള്ള നിയമങ്ങൾ അറിയാത്തവർ ആണെങ്കിൽ അവരെ അത് ഒരു നിയമത്തിന്റെ ഇതിൽ വരുമ്പോൾ അത് നല്ലതാവാം ചീത്തയാവാം, രണ്ടു വിധത്തിലും ആവാമല്ലോ. അപ്പൊ അങ്ങനെ അബ്യൂസ് ചെയ്യപ്പെടാൻ ഇടയാവൂലേ? പിന്നെ ശരിക്കും അറിയാത്തവര് പകുതി അറിഞ്ഞ അങ്ങനെ ആവുമ്പോ അല്ല മാഡം ഇതിനകത്ത് പത്മ മാം ഇത് കാര്യം ഒന്നുകൂടെ മനസ്സിലാക്കുക. ഈ കേസിൽ ഒരു ആണ് കല്യാണം കഴിഞ്ഞവനാണ്, അവനാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് നമ്മൾ ഇപ്പോൾ ഇന്നലത്തെ കേസിന് സംസാരിക്കുന്നത് ആണാണ് തെറ്റ് ചെയ്തെന്നാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മീൻസ് ആ ആണിനാണ് പ്രൊട്ടക്ഷൻ കിട്ടിയിരിക്കുന്നത്. പെണ്ണിനെ കുറിച്ച് നമ്മൾ ആ ഒരു സ്ഥലത്തും സംസാരിക്കുന്നില്ല. പെണ്ണുങ്ങൾക്ക് ആൾറെഡി ചില പ്രിവിലേജസ് ഉണ്ട്. ആ പ്രിവിലേജ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ താങ്കൾ പറഞ്ഞതുപോലെ വി ഹാവ് ടു എൻഷുർ നമ്മൾ എല്ലാവരും സ്ത്രീകളും ഇപ്പം അല്ലെങ്കിൽ റഷീദ് സാദ് പറഞ്ഞതുപോലെ ആണിനും പെണ്ണിനും തുല്യത കൊടുക്കണം എന്ന് പറയുന്ന ഏരിയയിലോട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞാൽ വന്നത് ഒറ്റ പോയിന്റേ ഉള്ളൂ. ഇനി മാരീഡ് ലൈഫ് എന്ന് പറയുന്ന ഏരിയയിൽ ഒരു വലിയ കൺഫ്യൂഷൻസ് വരുമോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേറെ ഒന്നുമല്ല. ഈ തുല്യതയും അല്ലാതെ എല്ലാ ഈക്വാലിറ്റിയും നമ്മൾ എപ്പോഴും കൊടുക്കണം. അതാണ് ഞാൻ കുറച്ചു മുമ്പ് റഷീദ് സാറിൻ്റെ ഇതിന് എനിക്കറിയാവുന്ന നോളജിൽ ഞാൻ പറഞ്ഞത്. പട്ടാളത്തിലൊക്കെ പണ്ട് സ്ത്രീകൾ പെർമിറ്റഡ് അല്ല, ഇപ്പോൾ സ്ത്രീകളാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അവിടെ മാത്രമല്ല, ഈവൻ 2024 25 നടന്നുപോയി. കൊച്ചിനിലിരുന്ന് 3 സ്ത്രീകൾ മാത്രം, 3 നേവി ഓഫീസേഴ്സ് മാത്രം പായ്മറ കപ്പലിൽ വേൾഡ് കറങ്ങാൻ പോയി. അപ്പം അവിടെ എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ ആരും ലേഡീസ് കുറവൊന്നും ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞ ഒറ്റ ലൈൻ എന്താ പറഞ്ഞാൽ, ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഈ ഒരു ആണ് അല്ലെങ്കിൽ ഒരു പെണ്ണ് കല്യാണം കഴിക്കണമെങ്കിൽ ആദ്യത്തെ ഭാര്യ അല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവിന് ഡൈവേഴ്സ് വാങ്ങിച്ചതിന് ശേഷമേ ചെയ്യാവൂന്ന് ഇരിക്കുന്ന സമയത്ത് ഈ പുതിയ നിയമം അയാൾ മാരീഡോ ഇല്ലയെന്ന് നിങ്ങൾ നോക്കേണ്ടിയില്ല, രണ്ടുപേര് ലിവിങ് ടുഗദർ ആണെങ്കിൽ വിട്ടേക്കൂ എന്നാണ് പറയുന്നത്. ആ ഏരിയയിൽ മാത്രമാണ് ഞാൻ കൺസേൺ കാണിച്ചത്, വേറെ ഒന്നുമല്ല. അതെ, അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയുള്ളൊരു നിയമവശം സ്ത്രീകളല്ലേ അതില് ശരിക്കും അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ സ്ത്രീകളല്ലേ പെട്ടുപോകുന്നത്? സ്ത്രീകൾ പറ്റുമെന്ന് പറഞ്ഞാലല്ല, ചിലപ്പോൾ ഈ ആണും പെട്ടതായിരിക്കാം മാം. അതിനകത്ത് സ്ത്രീകൾ എന്നല്ല, ഈ പെണ്ണ് ഇപ്പോൾ ആ മറ്റേ ആണിനാണ് ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് അവർക്ക് 18 വയസ്സേ ആയിട്ടുള്ളൂ. മറ്റാൾ ആൾറെഡി കല്യാണം കഴിഞ്ഞ ആളാണെങ്കിൽ കുറച്ചുകൂടെ വയസ്സ് കാണും, 24 വരെയൊക്കെ കാണും. അയാളുടെ വയസ്സ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല ആയിരിക്കും. അയാളുടെ അഗേൻസ്റ്റ് ആണ് ഈ സ്ത്രീയുടെ അമ്മ കേസ് കൊടുത്തത്. അപ്പോൾ ഇവർ ഹൈക്കോർട്ട് പോയി. ഇവർ 2-3 പ്രാവശ്യം സൂപ്രണ്ട് പോലീസിലെടുത്ത് കേസ് കൊടുത്തപ്പോൾ ഇവരുടെ കേസ് എടുക്കുകയില്ല, മറ്റുള്ളവരുടെ കേസ് എടുത്ത് ഇവരുടെ മുകളിൽ ചാർജ് ചെയ്യുകയും ചെയ്തു, സെക്ഷൻ 87 ഓഫ് BNS. അപ്പോൾ അങ്ങനെ ചെയ്യപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, ഇവരെ മറ്റേ ഹോണർ കില്ലിംഗ് എന്ന് പറഞ്ഞ പണ്ട് അവരവരുടെ എൻ്റെ ജാതിയിൽ എൻ്റെ കുലത്തിലുള്ളവനെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ അവളെ വെട്ടിക്കൊല്ലടാ, അവനെ വെട്ടിക്കൊല്ലടാ എന്ന് പറയുന്ന ഒരു രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും കൊല്ലപ്പെടുമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോഴാണ് അവർ ഹൈക്കോർട്ട് സീരിയസ് ആയിട്ട് എടുത്തത്. ഇത് ഈക്വലി ആണിനായിരിക്കാം ബാധകം, പെണ്ണിനായിരിക്കാം ബാധകം. അത് രണ്ടുപേർക്കും വരാം. അത് സ്ത്രീ മാത്രമല്ല. ആ സ്ത്രീ ചിലപ്പം
ഈ ഹസ്ബൻഡ് ഇപ്പം കയറിയ ഹസ്ബൻഡ് ലൈഫ് ലോങ് അവരുടെ കൂടെ താമസിക്കാം, കുറേ ഇപ്പം ലിവിങ് ടുഗദർ ആയിരിക്കാം, കുറേ കഴിഞ്ഞ് ഡൈവേഴ്സ് ചെയ്തിട്ട് ഒഫീഷ്യലി മാരേജ് ചെയ്യുമായിരിക്കും. ഇതെല്ലാം ഞാൻ സാങ്കല്പികത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇത് ആർക്കും സംഭവിക്കാവുന്നതാണ്. അതെ അതെ, രണ്ടുപേർക്കും സംഭവിക്കാം. അപ്പൊ ഇതൊരു പുതിയൊരു ചേഞ്ച് ആണ്, അതെ പുതിയൊരു വെർഡിക്റ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഒരു അവയർനെസ്സിന് വേണ്ടി നമ്മളത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതന്നെ, പുതിയ നിയമം വരുമ്പോ എല്ലാരും അത് ശ്രദ്ധിച്ചാല് അല്ല, ഇങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഈ മാരി ആക്ടിൽ അപ്ഡേഷനായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയാണ് നമ്മളത് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഇനിയും ചേഞ്ചസ് വരാം. അതെ, ഇനിയും ചിലപ്പം ഈ ഞാൻ പറഞ്ഞല്ലേ 20 മാർച്ച് 2026 ഒരു സിംഗിൾ ജഡ്ജ് കൊടുത്തതിന് 25 മാർച്ച് 2026 വെറും 5 ദിവസം ഗ്യാപ്പിൽ, അത് കഴിഞ്ഞ ആഴ്ചത്തെ കേസാണ്, മാറ്റിയാണ് വന്നിരിക്കുന്നത്. 20 മാർച്ച് 2026 ആ സിംഗിൾ ജഡ്ജ് പറഞ്ഞത് ഒരാൾ രണ്ടാമത് ലിവ് ഇൻ ടുഗദറിലോട്ട് ചെല്ലുവാണെങ്കിലും അവർ ഒരു മാരിറ്റൽ ബോണ്ടിങ്ങിലോട്ട് കയറുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഫസ്റ്റ് വൈഫിൻ്റെ ഡൈവേഴ്സ് വാങ്ങിച്ചാൽ മാത്രമേ സെക്കൻഡ് ലിവിങ് ടുഗദറിന് പെർമിസിബിൾ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല എന്നാണ് ഡിക്ലെയർ ചെയ്തത്. 5 ദിവസം കൂടുമ്പോൾ കേസ് വേറെ മാറി നിൽക്കുകയാണ്. പിന്നെ ഇതെല്ലാം ഡീറ്റെയിലി വായിക്കുമ്പോഴേ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. എക്സ്ട്രാ ഓർഡിനറി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കിട്ടുന്നതോറും ഇങ്ങനെ അതെ ശരിയായിരിക്കും അല്ലേ? അതെ, മെയിൻലി വ്യക്തി സ്വാതന്ത്ര്യത്തിന് ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 21 ആണ് മെയിനായിട്ട് ഇതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. താങ്ക് യു ഇളങ്കോ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ, താങ്ക്സ് എ ലോട്ട്, താങ്ക് യു. താങ്ക് യു. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ്. എക്സാമിനേഷൻ അല്ല, കരിയർ കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല ക്ലാസ്സാണ്. കാര്യം സാർ, വെരി പരീക്ഷ അട്രാക്റ്റീവ്, കഴിഞ്ഞു. പരീക്ഷ കഴിഞ്ഞിന് പുതിയൊരു തലത്തിലേക്കാണ്. 10 കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 12 കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ഇനിയുള്ള 2-3 ദിവസങ്ങൾ, ഇനിയുള്ള ആഴ്ചകളിലൊക്കെ അങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. Okay, thank you and good night all. Thank you, sir. Thank you, everybody. താങ്ക് യു.